സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹാവ് ദിസ് പ്രോബ്ലം. എല്ലാം എനിക്കുള്ള പ്രശ്നം തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാം ജീവിതത്തില് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യമാണ് നോ പറയേണ്ടിടത്ത് നോ പറയാൻ, അല്ലെ? ഒരാളൊരു കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നമുക്കത് വേണ്ട അല്ലെങ്കിൽ ഇഷ്ടമല്ല എങ്കിൽ കൂടെ നമ്മൾ അതിനെ നോ പറയാൻ മടിയുള്ള ഒത്തിരി ആൾക്കാർ. എത്ര പേരുണ്ടെന്ന് കൈ വെക്കുക. ഞാനുണ്ട്, എനിക്ക് വലിയ പ്രശ്നമാണ്. നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അതാണ് യെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോ പറഞ്ഞാലും പണി കിട്ടുന്ന ചില കേസുകളുണ്ട്. ഇന്നത്തെ ഒരു വലിയൊരു ഡിസ്കഷൻ പോയിന്റ് എന്ന് പറഞ്ഞാല്, നമ്മുടെ ബിസിനസ്സിൽ മാത്രമല്ല, ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. പിള്ളേരെ ഉൾപ്പെടെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അതായത് നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയണം, യെസ് പറയേണ്ടടുത്ത് യെസ് പറയണം. നോ പറയേണ്ടടുത്ത് യെസ് പറഞ്ഞാൽ പണി കിട്ടും. എനിക്ക് അങ്ങനെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് പുട്ട് ആൻ എൻഡ് ടു ഇറ്റ്. അതിന് നമുക്കൊരു എവിടെയെങ്കിലും നമുക്കൊരു സ്റ്റോപ്പ് ചെയ്യാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോ ഒത്തിരി മാറിയിട്ടുണ്ട്. മാറിയ സമയത്ത് ഒത്തിരി ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മള് നിരന്തരമായിട്ട് നമ്മൾ മറ്റവർക്ക് വേണ്ടി ഇപ്പൊ ഞാനില്ല ഇന്ന് രാവിലെ സംസാരിച്ചൊരു പോയിന്റാണ്, എന്തുകൊണ്ട് മലയാളികൾ. ഇപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു UP-ന്ന് വന്ന ഒരു കപ്പിളിനെ കണ്ടു. ഇന്ന് രാവിലെ ഞങ്ങൾ പുറത്തു പോയി നേരം. അപ്പൊ അവരോട് സംസാരിച്ചപ്പം അവര് എന്തുകൊണ്ടാണ് ഇൻഹിബിഷൻസ് ഇല്ലാത്തവർക്ക്, അവരെന്ന് വെച്ചാല് അവരൊരു സ്ഥലത്ത് ചിരിക്കണം എന്ന് വെച്ചാൽ പൊട്ടിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ അവരൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവരൊരാളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റി നിർത്തി സംസാരിക്കുന്നു. അതേസമയത്ത് നമ്മൾ ഇതിനെല്ലാം നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ആകുമോ, ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആകുമോ ചോദിക്കുന്നത് എന്താണ്? അപ്പൊ നമ്മള് ബേസിക്കലി നമ്മുടെ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കൂടുതൽ ആൾക്കാർ ഏതാണ്, നമ്മളെപ്പോഴും മറ്റുള്ള ആൾക്കാരെ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നത് നോക്കിയിട്ടാണ് ജീവിക്കുന്നത്. ആൻഡ് ദീസ് ഗൈസ് ആർ നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് നമ്മൾ കണ്ട കപ്പലിന് അവരങ്ങനെയല്ല. അവർ മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കുന്നുള്ള അവര് ആസ് ലോങ് ആസ് ഐ ആം ലീഗൽ ആൻഡ് ലെജിറ്റിമേറ്റ്, മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. മറ്റുള്ള ആൾക്കാർക്ക് ദോഷം വരാതെ ഞാൻ എന്ത് ചെയ്താലും അവർ ചിന്തിച്ചാലും ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒത്തിരി കൂട്ടം ആൾക്കാരുണ്ട്. നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടു. അപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ സംസാരിക്കാൻ വന്ന ടോപ്പിക് ഇതായിരുന്നില്ല. സോ ഐ തോട്ട് ഓഫ് ജസ്റ്റ് പുട്ടിംഗ് ദിസ് ടോപ്പിക് ഫസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒത്തിരി പൈസ സേവ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ചു നാൾ മുമ്പ് ഒരു 3-4 ആഴ്ചയായി കാണും ഒരാളെ കണ്ടു. പുള്ളി ഇതുപോലെ നോ പറയേണ്ടടുത്ത് യേസ് പറഞ്ഞിട്ട് ഒരാൾക്ക് ഒരു ചിട്ടിക്ക് ജാമ്യം നിന്നു. ഏതോ KSF ആണോ എവിടെയോ ചിട്ടിക്ക് ജാമ്യം നിന്നു. എന്നിട്ട് ഈ ചങ്ങാതിക്ക് ഇപ്പം മറ്റേ പുള്ളി അടച്ചില്ല, ഈ പുള്ളിയുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യണം. അതായത് എല്ലാ മാസവും 14,000 രൂപ ഒരു യേസിന്റെ ഒരു നോ പറയാൻ പറ്റാത്തതിന്റെ പേരിൽ ഈ ചങ്ങാതി വിളിച്ചോടിക്കും. എന്നിട്ട് എന്നോട് പറയാ, മുന്നേട്ടാ അത് എനിക്കറിയാമായിരുന്നു ഈ പുള്ളി അടയ്ക്കാൻ സാധ്യത കുറവാണ്, എന്നിട്ട് എനിക്ക് പക്ഷെ പുള്ളിയുടെ ആവശ്യവും അതുപോലെ തന്നെ എനിക്ക് നോ പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുള്ളി വിളിച്ചാൽ ഫോൺ കൊടുക്കുന്നില്ല. അതാണ് അവസ്ഥ. ഇങ്ങനെ ഒത്തിരി അവസ്ഥകൾ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ അല്ലെങ്കിൽ കൂടെ സിമിലർ ആയിട്ടുള്ള പല സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ റിപ്പർക്കഷൻസ് എന്തൊക്കെയാണ്, അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും നമുക്ക് അതിനെ കുറിച്ചൊരു വിശകലനം ചെയ്യാൻ എന്താണ് ശരിക്കും പ്രശ്നം എന്താണെന്നുള്ളത് നോക്കാം. സോ മൈ ടോപ്പിക് ടുഡേ ഈസ് ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. നിങ്ങൾ യെസ് എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയേണ്ടടുത്ത് യെസ് പറഞ്ഞാൽ തിരിച്ചാണെങ്കിലും നിങ്ങൾക്ക് അത് ജീവിതത്തിൽ എപ്പോഴും പ്രശ്നമുണ്ട്. പക്ഷെ കൂടുതൽ പ്രശ്നം നോ പറയാൻ മടിയുള്ളതാണ്. അപ്പൊ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും, അല്ല അവര് നമ്മുടെ റിലേഷൻ തകർന്നു പോകും. റിലേഷൻ തകർന്ന് നമ്മൾ നോ പറയേണ്ടടുത്ത് യെസ് പറഞ്ഞിട്ട് റിലേഷൻ തകർന്നു പോയ ഒത്തിരി ചരിത്രം എനിക്കുണ്ട്. അതായത് ഇപ്പോഴും നമ്മള് നോ പറഞ്ഞ് ഒരാളെ സഹായിക്കാൻ പോയിട്ട് നമ്മളെ പണിയായിട്ട്, ഇപ്പം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അല്ല പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മളൊരാൾക്ക് പൈസ കടം കൊടുത്തു നോക്കുക അയാളുടെ ഒരു ആവശ്യത്തിന്. ആ പൈസ നമ്മൾ തിരിച്ചു മേടിക്കണമെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് അവനെ ബോധ്യപ്പെടുത്തേണ്ട ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ പുറത്ത് ഞാൻ പൈസ കടം കൊടുത്താൽ അങ്ങനെ പ്രശ്നമില്ല. ഐ നീഡ് ദാറ്റ് മണി ബാക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ ഐ ക്യാൻ ഗീവ് നൗ അല്ലെങ്കിൽ ഐ വിൽ ടേക്ക് സം ടൈം എന്ന് പറയും. പക്ഷെ കേരളത്തിലല്ല, നിങ്ങൾ നിങ്ങളുടെ ഒരു ബന്ധത്തിലുള്ള ഒരാൾക്കോ പരിചയത്തിലുള്ള ഒരാൾക്കോ സപ്പോസ് ഒരു 10,000 രൂപ 50,000 രൂപ കടം കൊടുത്തു വെച്ചാൽ തിരിച്ച് 50,000 രൂപ നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഈ 50,000ത്തിന്റെ ആവശ്യമുണ്ടെന്ന് അവനെ പ്രൂവ് ചെയ്യണം. അതാണ് അവസ്ഥ. അവൻ നമ്മളെ പ്രൂവ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ അവനെ നമ്മുടെ പൈസ തിരിച്ചു പിടിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ പോയി പെട്ടുപോകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് ശരിക്കും പറഞ്ഞാൽ നോ പറയേണ്ടത് കാശ് കടം കൊടുക്കുന്നത് ഒന്നുമല്ല. ഞാൻ പറഞ്ഞ നോ പറയേണ്ടത് നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം കുറച്ചുകൂടെ വയസ്സായിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പണി കിട്ടും എന്നുള്ള മനസ്സിലാക്കാം. സോ ലേണിംഗ് ടു സേ നോ വെൻ നീഡഡ്, അതായത് എപ്പോഴും നോ പറയാന്നുള്ളതല്ല, ക്യാൻ ഗെറ്റ് യു അഹെഡ്. നിങ്ങളെ അത് മുന്നോട്ട് നയിക്കുന്നുണ്ടോ? ആവശ്യമുള്ളത് ഇപ്പൊ എല്ലായിടത്തും യേശു പറയേണ്ട, ചിലപ്പോ നമുക്കറിയാം, ചിലപ്പോ നമ്മള് പറയാറുണ്ട് ചില കാര്യങ്ങൾ നമ്മള് വി ടേക്ക് എ റിസ്ക്. ഞാൻ കൊടുക്കാറുണ്ട് കാൽക്കുലേറ്റഡ് റിസ്ക്. ചിലപ്പോ നമുക്കറിയാം പൈസ അല്ലെങ്കിൽ വേറൊരു സാധനം കൊടുത്താൽ തിരിച്ചു കിട്ടില്ല എന്നറിയാം. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട് കിസിംഗ് ഇറ്റ് ഗുഡ് ബൈ ആൻഡ് ഗീവ്. അത്രേ ഉള്ളൂ. നമ്മള് അത് തിരിച്ച് വരുന്നില്ല എന്നുള്ള ലെവലിൽ നമ്മൾ ചെയ്യുന്നു. അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല.
അതൊക്കെ ചെയ്യണം തന്നെ ഞാൻ പറയുന്നത്. ദാറ്റ് ഇസ് എ സെപ്പറേറ്റ് തിങ്. പക്ഷെ ചില ആൾക്കാർക്ക് അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ നോ പറഞ്ഞിട്ട് യേശു പറഞ്ഞിട്ട് നമ്മൾ പെട്ടുപോകുന്ന ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അപ്പൊ എപ്പോഴാണോ നോ പറയേണ്ടി വരുന്നത് നോ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് മുന്നോട്ട് നയിക്കും. ആ സമയത്ത് ചിലപ്പോൾ വിഷമങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ നമുക്ക് എന്താ ഇറ്റ് മേ ബി ടഫ്. ഒത്തിരി ആൾക്കാർക്ക്, എനിക്ക് ഉൾപ്പെടെ ഒത്തിരി ആൾക്കാർക്ക് ടഫാണ്. ബട്ട് ഇറ്റ് ഇസ് വർത്ത് ഇറ്റ്. കാരണം എന്താ വെച്ചാല് അത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വർത്താണ്. കാരണം വെച്ചാല് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഇതുണ്ടായേക്കാം. ഒരു 3-4 പ്രാവശ്യം ഒരാളോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ചില കാര്യങ്ങൾക്ക് വരികയില്ല. അത് നല്ലൊരു അനുഗ്രഹമാണ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സോ ഇറ്റ് മേ ബി ടഫ് ഫോർ യു, ബട്ട് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കാം. സോ ഡോണ്ട് സേ യെസ് ഇഫ് യു വാണ്ട് ടു സേ നോ, ആൻഡ് ഡോണ്ട് സേ മേ ബി ഇഫ് യു വാണ്ട് ടു സേ നെവർ. ഇറ്റ് ക്യാൻ ഹേർട്ട് പീപ്പിൾ വിത്ത് യുവർ ഡിസിഷൻസ്. അതായത് ഇപ്പൊ ചില ആൾക്കാരുണ്ട്, ഇന്ന് നിങ്ങൾക്ക് അറിയാം, ഇന്ന് രാവിലെ ഹൗ യു പ്ലേസ് നൗ, ഇന്നിപ്പോ എങ്ങനെയാണ് നിന്റെ പരിപാടി, ഇന്ന് ഫ്രീ ആണോ? ഞാൻ ചിലപ്പോൾ ഫ്രീ ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അവിടെ ഞാൻ വന്നേക്കാം, നോക്കട്ടെ എന്ന് പറയും. ഈ നോക്കട്ടെ എന്ന് പറയുന്ന സാധനം പോലും പ്രശ്നമാണ്. കാരണം നമ്മൾ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഹോപ്പ് കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ നോക്കട്ടെ എന്ന് പറയുന്നതിന് പകരം നോക്കട്ടെ എന്ന് പറയുന്നതിന് സാരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇന്ന് ഇപ്പൊ ഒരാളോട് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു, അല്ല അയാൾ ചെല്ലാവോന്ന് ചോദിക്കുന്നു. നമ്മളൊരു മീറ്റിങ്ങിനാണെങ്കിൽ ഒരു പ്ലാൻ എടുക്കാനായിട്ട് ഇന്ന് വരാവോന്ന് ചോദിക്കുന്നു. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇന്ന് ഫ്രീ അല്ലാന്ന് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയാം എനിക്കിന്ന് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, വേറെ ആരെങ്കിലും നോക്കും. ചില ആൾക്കാര് ഞാൻ നോക്കട്ടെ, ഞാൻ വന്നേക്കാം, ആ സമയത്ത് കയറി പറയും. അതുവരെ ചിലപ്പോ അവർ മീറ്റിംഗ് ക്യാൻസൽ ചെയ്താലോ എന്ന് വെച്ചിട്ടാണ്. ചില കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ഡിസ്കസ്. കാരണം എന്റെ ഒരു ലീഡേഴ്സ് ഉണ്ട്, ഞാനും അങ്ങനെയാണ് മീറ്റിംഗ് എടുത്തത്. അത് എന്റെ പഴയ അപ്ലൈൻ ഉണ്ട്. ഞാൻ ഈ ബിസിനസ് ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് എന്റെ അപ്ലൈൻ, ഞാൻ ഈ പ്ലാൻ എടുക്കാൻ ഭയങ്കര മടിയുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ എന്താ വെച്ചാല് ഞാൻ ഇത് അപ്ലൈൻ എല്ലാം ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്ന കൈ കെട്ടിയിരിക്കുകയാണ്. പുള്ളി പ്ലാൻ പ്രസന്റ് ചെയ്യുന്നു, നമ്മള് ചായ സെർവ് ചെയ്യുന്നു, നമ്മള് വെള്ളം കൊടുക്കുന്നു, നമ്മള് വൈറ്റ് ബോർഡ് എടുത്ത് വെക്കുന്നു, നമ്മൾ സുഖമായിട്ടിരിക്കുന്നു, കേൾക്കുന്നു. ഇന്നലത്തെ അത്ര ശരിയായില്ല, നമ്മൾ മാർക്ക് എടുത്തു അപ്ലൈൻ. അതാണ് നമ്മളിപ്പോ 10-12-20 ഒക്കെ ആയപ്പോൾ പുള്ളി മനസ്സിലാക്കി ഇങ്ങോട്ട് ഒരു പണി കൊടുക്കണം. ആദ്യം എനിക്കൊരു പണി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് സംസാരിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ പുള്ളി മിനിമം 3 സമയത്തെങ്കിലും വരും. ഞാൻ എവിടെ എത്തിയിട്ട് അടുത്ത 2 വളവുകൾ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പോൾ വഴി ഒരാളെ കണ്ടു, നീ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോന്ന് പറഞ്ഞു. ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവസാനം ഈ ചങ്ങാതി എറണാകുളത്തേക്ക്, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോട്ടയത്തിനടുത്ത് പാമ്പാടിയിലാണ്. മിനിമം 2.5 മണിക്കൂറാണ്. പുള്ളി വരികയല്ലെന്ന് മനസ്സിലായ സമയത്ത് എന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ലത ഞാൻ വരികയല്ല, അവനോട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് ബാക്കിങ്ങളെ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് നല്ലതാണ്, എനിക്ക് ഗുണമുണ്ടായി. അത് ചില കാൽക്കുലേറ്റഡ് സംഭവങ്ങളാണ്. പക്ഷെ നിങ്ങളിത് ശീലമാക്കിയാലോ ഉണ്ടാകാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വരികയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അത് നിന്നെ നന്നാക്കാൻ വേണ്ട. കാരണം അതിന്റെ കാരണം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ആദ്യമൊക്കെ എനിക്ക് കുറെ വഴക്കൊക്കെ ഉണ്ടായി, പക്ഷെ അത് കഴിഞ്ഞിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇന്ന് ഞാൻ എഴുന്നേറ്റ് നിങ്ങളോട് സംസാരിക്കാൻ പഠിച്ചത് അതുകൊണ്ടാണ്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മനഃപൂർവ്വം നിങ്ങൾക്ക് ചെല്ലാണ്ട് ചില സ്ഥലത്ത് നിങ്ങൾ ചെന്നാലേ നടക്കുള്ളൂ എന്നുള്ള കേസുകൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ചെല്ലാൻ പറ്റുന്നില്ല എന്ന് പറയണം. അത് നിങ്ങളുടെ മര്യാദയാണ്, അത് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് മറ്ററിയാം, എന്നാലും ചില സമയത്ത് നമുക്കറിയാം, നമുക്ക് ചിലപ്പോൾ ആകസ്മിക ഞാൻ ഇപ്പൊ ഒരാൾക്ക് 12 മണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് 12 മണിയാകുമ്പോൾ ചെല്ലുമ്പോൾ 12 മണിയാകുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാരണം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. 100% അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. സോ ഡോണ്ട് സേ മേ ബി വെൻ യു വാണ്ട് ടു സേ നെവർ. എനിക്ക് പറ്റുമോ നോക്കട്ടെ, ചെയ്യാൻ പറ്റുമോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാള് എന്നോട് വന്ന് ചോദിച്ചു, ഒരു പുള്ളിക്കാരന്റെ മോന് ഡിഗ്രി കഴിഞ്ഞു, ഏതോ വേറെന്തോ കാര്യങ്ങൾ ചെയ്തു, എനിക്കൊരു ജോലി കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടായിരിക്കും, എന്നെ കൊണ്ട് ആകാവുന്ന ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ട്രൈ ചെയ്ത് ഇതുവരെ നടന്നിട്ടില്ല. ആ പ്രതീക്ഷ അങ്ങ് തീർന്നു. ഇനിയിപ്പോ എനിക്ക് നാളെ ഒരു അവസരം വന്നാൽ ഞാൻ വിളിച്ചു പറയാം, ഇങ്ങനെ സംഭവം ഉണ്ട്, നിങ്ങൾ പോയി നോക്കാൻ പറയാം. അത് രണ്ടാമത്തെ കഥ. നമ്മൾ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇയാൾ പ്രതീക്ഷിച്ചിരുന്ന എന്ത് ചെയ്യും. അതുപോലെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സഹായിക്കുക, പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മേ ബി അല്ലെങ്കിൽ എന്ന് പറഞ്ഞതിന് പകരം നടക്കാൻ സാധ്യമില്ല കേട്ടോ എന്നങ്ങ് പറയാം. ഇതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. സോ അല്ലെങ്കിൽ എന്താ ഉണ്ടാകും, നമ്മൾ മേ ബി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് മീറ്റിംഗ് അല്ലാന്ന് പറഞ്ഞു നിങ്ങൾ പോകുന്നില്ല, എന്നറിയാൻ നിങ്ങൾ പോവുകയായിരുന്നു. നിങ്ങൾ എന്നാ വിട്ടോ, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു കഴിയുമ്പോൾ നാളെ ആ ചങ്ങാതി അത് ഹേർട്ട് ചെയ്യും. കാരണം നിങ്ങൾ പറ്റിച്ചു എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. ഇപ്പോഴാണെങ്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഹേർട്ടിങ് വരുത്തൂല. അത് മനസ്സിലാക്കാം. സോ ബി അസർട്ടീവ്. ജീവിതത്തിൽ എപ്പോഴും അസർട്ടീവ് ആയിരിക്കും. അസർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. പല ആൾക്കാരും അസർട്ടീവ് അല്ല. അതെന്നുവെച്ചാൽ അവര് ഇങ്ങനെ ആടി നിൽക്കുന്ന ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് അസർട്ടീവ് രണ്ടാണ്. ഫ്ലെക്സിബിൾ ആകാം, പക്ഷെ അസർട്ടീവ് ആകേണ്ട സമയത്ത് അസർട്ടീവ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഒരു നല്ല സ്റ്റാൻഡ് ഉണ്ട്. അതായത് നമ്മള് ക്യാരക്ടറുള്ള എല്ലാ വ്യക്തികളും, നല്ല സ്ട്രോങ് ക്യാരക്ടർ നമ്മൾ പറയുന്ന വ്യക്തികൾക്ക് അവർക്കൊരു തീരുമാനം ഉണ്ടാകും. ഞാൻ കാണുന്ന ഇപ്പൊ ഒരു 30 വയസ്സിനും 60 വയസ്സിനും അല്ലെ 30 വയസ്സിന് മുകളിലോട്ടുള്ള പല ആൾക്കാർക്കാണ് ഇപ്പോഴും പ്രശ്നം. ഇന്നത്തെ യങ്ങർ ജനറേഷന്റെ ഏറ്റവും വലിയ കാര്യം അവർക്കൊരു സ്റ്റാൻഡ് ഉണ്ട്.
അവർക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. അവർ പറയുന്നത് ഇതാണ് ഞാൻ പഠിക്കാൻ പോകണം, ഇതാണ് ഞാൻ പഠിക്കാൻ പോകണം. ഞാൻ പഠിക്കാൻ പോയത് എന്റെ അച്ഛനും പറഞ്ഞു ഇങ്ങനെ പഠിക്കാം, അത് ചെയ്തിട്ട് അത് ചെയ്തു. നമ്മൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാല് നമ്മൾ ശരിക്കും ആരെയും പറയുന്നത് കേട്ടില്ല. അപ്പൊ അല്ലെങ്കിൽ അവര് നമ്മുടേതായിട്ട് സ്റ്റാൻഡ് നമ്മൾ എടുത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞു കെമിസ്ട്രി പഠിക്കണം, ഓട്ടെ കെമിസ്ട്രി പഠിക്കും. ഡയറി ടെക്നോളജി ആണെന്ന് നേരെ പോയി ഡയറി ടെക്നോളജി എന്തിനാ പഠിച്ചതെന്ന് നമുക്ക് പറയത്തില്ല. ആ സമയത്ത് കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പറയുകയാണ് ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. നമുക്കിപ്പോഴും ഒരു ഇനിബിഷൻസ് ഉണ്ട്. നമ്മുടെ മനസ്സ് പറയുന്ന പോലെ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം അസർട്ടീവ് അല്ല നമ്മള് ചില ആൾക്കാരുണ്ട് തീരെ ഇതിന്റെ നിയമത്തല്ലേ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കുറച്ച് അവസ്ഥാന്തരങ്ങൾ കൂടിയ ചില സന്ദർഭങ്ങളുണ്ട്. അതെന്താ വെച്ചാല് ആരാണോ ലാസ്റ്റ് സംസാരിച്ച് അവരുടെ സ്വഭാവമായിരിക്കും. അപ്പൊ ഞാൻ കയറി 10 മിനിറ്റ് സംസാരിച്ചാൽ ഞാൻ പറയുന്ന പോലെ കേൾക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അന്ന് ഉച്ച കഴിഞ്ഞിട്ടോ വേറൊരു നേരെ ഓപ്പോസിറ്റ് ചിന്താഗതിയുള്ള ഒരാളോട് സംസാരിച്ചാൽ അയാളുടെ ക്യാരക്ടറായിട്ട് ഈ പരകായ പ്രവേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഒരു സ്ഥിരം ക്യാരക്ടർ ഇല്ല, കംപ്ലീറ്റ്ലി ഫ്ലൂയിഡിങ്. അത് ജീവിതത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്, നമ്പരുത്. നമ്മൾ കോട്ടയം ഭാഷ പറയും നമ്മുടെ ജീവിതത്തിൽ പണി കിട്ടും. അതായത് ക്യാരക്ടർ ഓരോ സമയത്തും ഓരോ സന്ദർഭത്തിലും ഒന്നിന്റെ നിറം മാറുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് മാറുന്ന ആൾക്കാരുണ്ട്. അതല്ല, നമ്മളെ കുറിച്ച് പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട്. അയാൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു രീതിയിൽ നോക്കണം. പ്രെഡിക്റ്റബിൾ ആയിരിക്കും. ചില ആൾക്കാർ പ്രെഡിക്റ്റബിളി അൺപ്രെഡിക്റ്റബിൾ ആണ്. എന്നാൽ അവൻ എങ്ങനെയാവും നമുക്ക് പറയാൻ പോലും പറ്റിയല്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ അടുപ്പിക്കരുത്. അടുപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, അസർട്ടീവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡ് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കടുകെട്ടിയായിട്ട് നിൽക്കാന്നുള്ളതല്ല. ഞാൻ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന കൂടുതൽ ആൾക്കാരും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്, സിറ്റുവേഷൻസ് ലൈറ്റ് ആക്കി സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്, എല്ലാം ശ്രമിക്കാറുണ്ട്. പക്ഷെ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് ഉണ്ട്, നമ്മൾ മാറുന്നുണ്ട്, ഇല്ല അത്രേ ഉള്ളൂ. സോ അത് അഗ്രഷൻ അല്ല. സ്റ്റാൻഡ് അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാല് നമ്മൾ പറയുന്നില്ല, മലയാളത്തിൽ എങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അഗ്രസീവ് ആകുക എന്ന് പറഞ്ഞാല് നമ്മൾ ചിലപ്പോൾ റിബൽ ആകുന്ന ഒരു സിറ്റുവേഷൻ. അതല്ല, എല്ലാത്തിനും എതിര്, എല്ലാ കാര്യങ്ങൾക്കും എതിര്. ഇപ്പൊ നമ്മൾ ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ ഇതൊക്കെ ടിവിയിൽ ന്യൂസ് വായിക്കുന്നതൊക്കെ എല്ലാത്തിനും എതിരായി, മൊത്തത്തിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എതിരാണ്. അങ്ങനെയല്ല, നമ്മൾ ശരിക്കും ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പൊ എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്, എന്റെ ഭാര്യയ്ക്കോ എന്റെ മകൾക്കോ എന്റെ ഡൗൺലൈനോ മറ്റൊരു സ്റ്റാൻഡ് ഉണ്ടെന്ന് വെച്ചിട്ട് എന്റെ സ്റ്റാൻഡ് മാറ്റേണ്ട ആവശ്യമില്ല. അവരുടെ സ്റ്റാൻഡ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണം. അത് വേറെ കഥയാണ്. പല ആൾക്കാരുടെ പ്രശ്നം നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഇങ്ങനെ ഈ സ്റ്റാൻഡിലേക്ക് എല്ലാവരും വരണം. അത് ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ നടക്കുകയില്ല. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സ്റ്റാൻഡിലേക്ക് എല്ലാവരും വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അഗ്രസീവ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന പോലെ നീ ചിന്തിക്കണം. ഞാനിപ്പോ ചെയ്യുന്ന പോലെ ഇപ്പൊ നമ്മുടെ ടീമിൽ തന്നെ വ്യത്യസ്ത ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. നമ്മൾ അവരോട് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചോ ചെയ്തോ വട്ടം യു നിങ്ങൾ ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. അത് നിങ്ങളെ തടയാൻ നമ്മൾ ആരും വരുന്നില്ല. കാരണം എന്താണ്, അവരവരുടെ ഇഷ്ടം. പക്ഷെ ചെയ്യുന്ന കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അത് ചെയ്യുക. സോ നമ്മൾ നല്ല സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം, അഗ്രഷൻ ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് സെൽഫ് എസ്റ്റീം. അത് എങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യുന്നറിയോ? സ്വയം മതിപ്പുള്ള ആൾക്കാർക്ക്, നമുക്ക് സെൽഫ് എസ്റ്റീം, നമുക്ക് നമ്മളെ കുറിച്ച് മതിപ്പുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ലെവലില് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാകുന്ന വെച്ചാല് പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് സെൽഫ് എസ്റ്റീമിന്റെ കുറവുള്ള ആൾക്കാര് അവർ ടോട്ടലി ഫ്ലൂയിഡിക്കാർ. അവരെന്നും പരിതപിച്ച് മറ്റുള്ള ആൾക്കാരെ അവര് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്. എന്റെ പ്രശ്നങ്ങള്, എന്റെ പരിമിതികള്, എന്റെ ചുറ്റുപാടുകള്, എന്റെ സമയമില്ലായ്മ, എന്റെ ആരോഗ്യ പ്രശ്നം, ഇത് സെൽഫ് എസ്റ്റീമിന്റെ കുറവാണ്. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞാല് മാടമ്പള്ളിലെ ചിത്തരോഗി ആരാന്ന് കൃത്യമായിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല. അതാണ് പ്രശ്നം. ചിത്തരോഗി നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ ഇത് തിരിച്ചറിയുന്ന നമ്മൾ അങ്ങനെയല്ല, പുറത്തുള്ള ആൾക്കാർക്കാണ് പ്രശ്നം എന്നുള്ളതാണ് കൃത. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളുടെ സെൽഫ് എസ്റ്റീം, നമ്മളെ കുറിച്ച് നല്ല ഐ ആം ദി ബെസ്റ്റ് എന്ന് എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ ലെവലിൽ എത്തിയിട്ടുണ്ടാവുന്നില്ല, പക്ഷെ ഞാൻ ബെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പമുള്ളൂ? ഞാൻ നല്ലതാണ്, എനിക്ക് എന്താ കുഴപ്പമില്ല, ഞാൻ നല്ലതാ. ഇപ്പൊ ഞാനിപ്പോ യേശുദാസിനോട്ട് പാട്ട് പാടുന്ന വേണ്ട എന്നെ ഇപ്പം എന്റെ ഭാര്യയുടെ മക്കളെ കൊണ്ട് വല്ല പാട്ട് പാടാൻ എനിക്ക് പറ്റിയില്ല. അതിന്റെ അർത്ഥം ഞാൻ മോശമാണ്. അപ്പൊ ഞാൻ സംസാരിക്കുന്നതിൽ അവർക്ക് പറ്റത്തില്ല, ഞാൻ വണ്ടി ഓടിക്കുന്നതിൽ അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പൊ ചില ആൾക്കാരെ കമ്പയർ ചെയ്യുന്നത് എന്റെ സ്ട്രോങ്സ്റ്റ് പോയിന്റിനെ നിങ്ങളുടെ വീക്കസ്റ്റ് പോയിന്റുമായിട്ട് കമ്പയർ ചെയ്താൽ എങ്ങനെയുണ്ടാവുക? ഇങ്ങനെയാണ് മനുഷ്യൻ ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ യു ക്യാൻ ബി അസർട്ടീവ്. സെൻസ് ഓഫ് സെൽഫ് വർത്ത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐ എം വർത്ത് ഇറ്റ്, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് നോ പറയാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു സാധനമാണ്. Now, if you want to say no, when you want to say yes, so if you want to say yes, അല്ലെങ്കിൽ no, യേശു പറയേണ്ടടുത്ത് നോ പറയേണ്ടടുത്ത് യേശു പറയാതിരിക്കണം. അതാണ് കുറച്ച് നോ പറയേണ്ടടുത്ത് യേശു പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഇമോഷൻസ് വേഴ്സ് പ്രാക്ടിക്കാലിറ്റി. ഇമോഷണൽ ആയിട്ടാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത്. ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം ലോകത്തില് നമ്മൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്, നമ്മൾ പല ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇമോഷണലി കൂടുതൽ കാര്യങ്ങളുമായിട്ട് കണക്ട് ആകുന്ന ആൾക്കാർക്കാണ് ദീർഘകാലം നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുന്നത്.
പക്ഷെ നമ്മൾ ദീർഘകാല ആരോഗ്യത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി കയ്യിലുള്ള പൈസ കടം കൊടുക്കുകയോ മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുകയോ മറ്റുള്ളവർ വേണ്ടാത്ത സാധനം നമ്മുടെ പ്രശ്നങ്ങൾ തലയിൽ ഏറ്റെടുത്ത് ഒപ്പുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അല്ലാതെ തന്നെ പ്രശ്നപ്പെട്ട് നേരത്തെ നമുക്ക് പ്രശ്നങ്ങളാവും. അതുകൊണ്ട് ഇതിനൊരു ബാലൻസ് വേണം. പ്രാക്ടിക്കൽ ആകേണ്ടടുത്ത് പ്രാക്ടിക്കൽ ആകണം, ഇമോഷണൽ ആകേണ്ടടുത്ത് ഇമോഷണൽ ആകണം. ഇമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോണ്ട് ട്രൈ ടു പ്ലീസ് എവ്രി വൺ. ലോകത്തിൽ എല്ലാവരെയും ഒന്നും പ്ലീസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയല്ല. കാരണം ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ സക്സസ് വരെ ഗ്ലോബൽ തന്നെ. നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടമല്ല. എല്ലാവരെയും പ്ലീസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നോക്കുന്ന നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ അപ്ലൈൻ, പിന്നെ നമ്മുടെ കമ്പനി, പിന്നെ നമ്മുടെ കീ ഓൺലൈൻ, ഇത്രയും പേരൊക്കെ നമ്മൾക്ക് ഓക്കെ, മെജോറിറ്റീസ് ഓക്കെ ഓക്കെ നമുക്ക് ചെയ്യാം. അല്ല ചില ആൾക്കാർക്ക് ചില രീതിയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഇപ്പൊ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയാലും, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ആയാലും, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർ ആയാലും, ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് ആയാലും, എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട് പോകാൻ നിന്നാൽ അയാൾ പരാജയമാണ്. എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ് ചെയ്യാൻ പോയാലും ഇല്ല. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് തരുന്ന ലൈസൻസ് നിങ്ങൾ എല്ലാവരും വെറുപ്പിക്കാന്നുള്ളതല്ല. ചില ആൾക്കാരുണ്ട് എക്സ്ട്രീം, എല്ലാവരെയും സൂചിപ്പിക്കണം, എന്നാൽ എല്ലാവരും കുഴപ്പമുണ്ടാകും. ചില ആൾക്കാരുണ്ട് ഹംഗ് ബൈ ദ ടങ് എന്ന് പറയും, കഴിഞ്ഞാൽ നാക്ക് കൊണ്ട് തന്നെ കുളവാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സോ think that saying no is hurting someone. ചില സ്ഥലത്ത് ചില ആൾക്കാർ നോ പറഞ്ഞാൽ അയാളെ ഹേർട്ട് ചെയ്യുന്ന പറയുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് പൊളൈറ്റ് ആയിട്ട് പറയണം. എങ്ങനെ അത് പഠിക്കണം. അതൊരു ആർട്ടാണ്. ഇപ്പൊ ഒരാൾ നിങ്ങളോട് ഒരു സാരി ചോദിച്ചു, നിങ്ങൾക്ക് അത് കൊടുക്കാൻ താല്പര്യമില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പല സമയത്ത് ഉണ്ടാവും. അപ്പം ഞാൻ പറയാം, നമ്മൾ തന്നെ എന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, എന്റെ ഒരു കസിനാണ്. അവന് റാഷായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ്. നല്ല വണ്ടി ഓടിക്കുന്ന, വണ്ടിയെ കുറിച്ച് അവന് കാര്യമില്ല. അവൻ എന്നോട് ജാഗോർ ചോദിച്ചു. ജാഗോർ ആദ്യം എടുത്തപ്പോൾ അവനെ ഓടിച്ചു നോക്കി. അത് എന്നോട് ചോദിച്ചു, ഒരു 2 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോകാനായിട്ട് വണ്ടി തരാമെന്ന്. എനിക്കറിയാം അവന് പോകുന്ന ട്രിപ്പിൽ അത് നല്ലതാണ്. ഞാൻ വളരെ കൂളായിട്ട് കമ്പ്യൂട്ടർ, മോനെ അതെ തരാമായിരുന്നു, പക്ഷെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാനത് പ്രാക്ടിക്കലായിട്ട് കാര്യം പറഞ്ഞു. ആ സമയത്ത് അവന് വിഷമം തോന്നി. ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു ചേട്ടന്റെ വണ്ടി എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. പോകാൻ പറ്റിയില്ല. പക്ഷെ എന്റെ ജാഗോർ അവിടെ സേവ് ആയി. ഇവനെതിരെ പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെയാ പോകുന്നു പറയാൻ പറ്റിയല്ല. കാരണം അത് 240 കിലോമീറ്റർ വരെ പോകുന്ന വണ്ടിയാണ്. ആ സാധനത്ത് സ്പോർട്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അവനറിയാം സ്പോർട്സ് ഗിയർ ഇട്ട് മല കയറാൻ പോകാനാണെന്ന് എനിക്കറിയാം. ഇപ്പൊ മല കയറിയാൽ തിരിച്ചിറങ്ങുമ്പോൾ നാട്ടുകാർക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുന്നു, വണ്ടിക്ക് എന്ത് പ്രശ്നം അറിയത്തില്ല. ഏറ്റവും കുറഞ്ഞ 5 ലക്ഷം രൂപ ഞാൻ സേവ് ചെയ്തു. കാരണം വണ്ടിയുടെ പണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനതെല്ലാം പറഞ്ഞെങ്കിലും അവനുമായിട്ട് ഇന്നും ഒരു റിലേഷൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവനുമായിട്ടൊരു റിലേഷൻ പ്രശ്നമില്ല എന്ന് മാത്രമല്ല, അവനുമായിട്ട് ആ റിലേഷൻഷിപ്പ് ആ സമയത്ത് അവന് വിഷമം തോന്നിയ കാര്യം പറഞ്ഞു. നമ്മൾ പലപ്പോഴും പല സമയത്തും നമ്മളെ ലൈഫിൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾ പലപ്പോഴും പൊളൈറ്റ് ആയിട്ട് പറയാം, നോ എന്ന് പറയുകയല്ല ഞാൻ ചെയ്തത്. കാര്യകാരണ സഹിതം പറഞ്ഞു. നമ്മൾ പറയുന്നതിന് മുമ്പും ഈ സാൻഡ്വിച്ച് മോഡൽ എന്ന് പറയും. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ബ്രെഡിനിടയ്ക്ക് ഒരു സാധനം വെക്കുന്ന സാൻഡ്വിച്ച് അല്ലെ, സാധനം നമ്മൾ കഴിക്കുന്ന സാൻഡ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾക്കിടയ്ക്ക് ഒരു സാധനം. അപ്പൊ നമ്മളൊരു നോ പറയണമെങ്കിൽ ആദ്യം നമ്മൾ യേശു പറഞ്ഞ് തരാമായിരുന്നു, പക്ഷേ ഈ പക്ഷേ എന്നൊരു വാക്കിന്റെ അർത്ഥം എന്നറിയാം. ഇതുവരെ പറഞ്ഞതിനകത്ത് വാലിഡിറ്റി ഇല്ല. ഹലോ, ഐ എം വെരി ഹാപ്പി വിത്ത് യു ബട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഹാപ്പി ആയിരുന്നു, സന്തോഷമായിരുന്നു. ബട്ട് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ അത് ഇത്തരം പറഞ്ഞൊക്കെ തീർന്നു. ഇനി പുതുതായിട്ട് പറയുന്നതാണ് ഏറ്റവും ശരിയായ കാര്യം. സോ അവനെ സന്തോഷിപ്പിക്കുക, കാര്യങ്ങൾ പറയുക, അവസാനം സമാധാനിപ്പിക്കുക. സോ ദാറ്റ് ഈസ് കോൾഡ് സാൻഡ്വിച്ച്. അതാണ് പൊളൈറ്റ് ആയിട്ട് പറയാം. പക്ഷെ അത് പറയാൻ പഠിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾ അറിയാതെ തലയിൽ ഏറ്റെടുത്ത് നടന്നു. ഞാൻ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും നമ്മുടെ സമുദായത്തിന്റെ ആണെങ്കിലും രാഷ്ട്രീയത്തിന്റെ ആണെങ്കിലും നാട്ടുകാരുടെ ആണെങ്കിലും ഒക്കെ തന്നെ തലയിലേറ്റ് വിളിച്ച് നടക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നമ്മൾ പലപ്പോഴും എനിക്ക് അങ്ങനെ ഈ മൈ ലൈഫ് തുടങ്ങാൻ മുമ്പ് പല കാര്യങ്ങളുമായിട്ട് ഇൻവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ പോയി ട്രെയിനിങ് ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് യേസ് പറഞ്ഞുകൊണ്ട് നോ പറയാൻ പറ്റാത്തത്. അവസാനം 2ഉം കൽപ്പിച്ച് ഞാൻ വാൾ ഒരേ നൂറിട്ട് പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് പറ്റിയത്. അതുവരെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഗുണം ഉണ്ടായിട്ടില്ല. കാരണം അവർ നമ്മളെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോകുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാതാവുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരാളോട് യേസ് പറഞ്ഞു പോയി. അത് പറഞ്ഞ ആള് തീരെ ചെറിയ ആളല്ല. എനിക്കറിയാമായിരുന്നു നോ പറഞ്ഞാൽ തീരുന്ന കാര്യമുള്ളൂ. ഇച്ചിരി അസുഖമുണ്ട്, നടുവിന് വേദന എല്ലാം പറഞ്ഞാൽ തീരുന്ന കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇതുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, പല കാര്യങ്ങളിലും നമ്മൾ ജീവിതത്തില് നമ്മൾ അസർട്ടീവ് ആയിരിക്കണം. നോ എന്നുള്ളത് പൊളൈറ്റ് ആയിട്ട് പറയാൻ പഠിക്കണം. സോ ഡോണ്ട് അലൗ എനിവൺ ഇമോഷണലി കോൺകർ യു ഫോർ ദെയർ ബെനിഫിറ്റ്സ്. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും അവരുടെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെ ഇമോഷണലി കോൺകർ ചെയ്യാൻ ഇടവരരുത്. അത് നമുക്കറിയാം, നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ അല്ലെ പൈസ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മളുടെ കൂടെ ഉത്തരവാദിത്തമായിട്ട് മാറുന്ന ഒത്തിരി സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ ഞങ്ങൾ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഞാനും ലതയും സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അതിനാണ്ട് രണ്ടാമത് മാറ്റമൊന്നുമില്ല. എത്ര ഇമോഷണലി ഇത് വന്നാലും നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യില്ല എന്നുള്ള സ്റ്റാൻഡിന് പകരം നമ്മൾ വേറൊരാൾ വഴി ഓപ്പറേറ്റ് ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇമോഷണൽ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ട്. എന്നോട് സഹായം ചോദിച്ചിട്ട് മേടിച്ചിട്ട്
3 ആഴ്ച കഴിഞ്ഞിട്ട് ബാറിൽ നിന്ന് ഇവനെ പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സഹായം ചോദിച്ച സഹായം അത് മാത്രമല്ല, അങ്ങനെയൊന്നും മാത്രമല്ല, ചില സന്ദർഭം നമ്മൾ സഹായിച്ച ആൾക്കാർ. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ എപ്പോഴും ഇമോഷണലി നമ്മളെ ഇപ്പൊ ഞാൻ എന്റെ കാര്യം സാധിക്കാൻ വേണ്ടി ഞാൻ അൽത്താഫിനെ ഇമോഷണലി കോൺകർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അത് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, അങ്ങേർക്ക് അത് ദോഷം ഉണ്ടാവും. ഇതുപോലെ ജീവിതത്തില് നമ്മളെ ഇമോഷണൽ ആയിട്ട് എന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളെയോ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി എന്നെയോ കോൺകർ ചെയ്യാം. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തും സാധിക്കാവുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ ജീവിതത്തില് പലപ്പോഴും നമുക്ക് തിരിച്ചടികൾ ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ആൾക്കാരെ വെറുപ്പിക്കാനാണ്. ചില ആൾക്കാർ എന്റെ ആൾക്കാരെ വെറുപ്പിക്കാൻ നോക്കും. ഇതാ ഞാൻ ഈ ചെയ്യത്തില്ല, അങ്ങനെയല്ല. ഞാൻ സഹായം ചെയ്യുന്നുണ്ട്, നമുക്ക് ആകാവുന്ന രീതിയിൽ, എനിക്ക് ദൈവം തരുന്നതിന് ആകാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ടെന്ന് ബോധ്യമുണ്ട്. എനിക്ക് നല്ല സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഇന്ന് വരെ നിങ്ങളോട് പോലും പറയാത്ത ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ ജീവിതത്തില് അതിനിടയ്ക്ക് ഒരു സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പോലും നമ്മൾ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ. അതൊന്നും ആരും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതല്ല, നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും തലയിടുക എന്നുള്ളതല്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എല്ലാവരും ചെയ്യണം. നമ്മൾ സമൂഹത്തില് ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങളും വിശ്വസിക്കുന്നത് അങ്ങനെ ആയിരിക്കും. നമ്മുടെ സമയത്തിന്റെ ചെറിയ ശതമാനം, നമ്മുടെ വരുമാനത്തിന്റെ ചെറിയ ശതമാനം സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു സാമൂഹിക ജീവി എന്നുള്ള രീതിയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് മതപരമായിട്ട് പറയണം നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മളെ ആ ഒരു കാര്യം വെച്ച് നമ്മളെ ഇമോഷണലി കോൺകർ ചെയ്യാൻ ആരും അനുവദിക്കരുത്. നമ്മുടെ തരം സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് അതൊരു വലിയ കാര്യമാണ്. സോ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പഠിക്കണം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് പലപ്പോഴും സഹായത്തിന് വരുന്ന സമയത്ത് പറയാറുണ്ട്, നമ്മൾ ഇങ്ങനെ ചെയ്യാറില്ല, ഇങ്ങനെ അല്ല ചെയ്യുന്നത്, നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സോ അത് ഞാൻ പഠിച്ചത് മേളം മസാലയുടെ ഓണർ പുള്ളിക്കാരൻ ഇതുപോലെ ഒത്തിരി കഴിഞ്ഞ അവസാനം ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, അത് വലിയ കാര്യമാണ്, പിന്നെ പറയാം, വേറൊരു സമയമായിട്ട് പറയാം. അങ്ങനെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളല്ല, എനിക്കറിയാം, പക്ഷെ പുള്ളിക്ക് എന്നെ അറിയില്ല. പക്ഷെ ഞാന് ആ വ്യക്തിയിൽ നിന്ന് പഠിച്ച, ആ വ്യക്തിയുടെ ചില സ്വഭാവത്തിൽ നിന്ന് പഠിച്ചൊരു സംഭവമാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒത്തിരി സമാധാനം ഉണ്ടെന്ന് മനസ്സിലായി ചെയ്താൽ. സോ ഇത് നമ്മളിപ്പോ പറയുവാണ്. ഇപ്പൊ നിങ്ങളടുത്ത് ഞാനൊരു സഹായത്തിന് തന്നു, നിങ്ങൾക്കറിയാം ഞാൻ എന്റെ ബെനിഫിറ്റിന് വേണ്ടി ചോദിക്കാം. നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ല എന്നുള്ളതല്ല, ഇവൻ ഇത്ര വലിയ ആവശ്യമൊന്നുമില്ല, ഇവന് വഴി കണ്ടെത്താൻ പറ്റുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ തമ്മിൽ ചെറിയൊരു അതുണ്ടാവും. എനിക്കും വിഷമമുണ്ടാവും, നിങ്ങൾക്കും വിഷമമുണ്ടാവും. പക്ഷെ നാളെ ഞാനത് മറന്നുപോകും. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഞാൻ മറന്നുപോകും കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ളപ്പോ എന്താ ഉണ്ടാവുക? ഇപ്പൊ നോ പറയുകയാണെങ്കിൽ നാളെ നമ്മൾ രണ്ട് കൂട്ടരും കംഫർട്ടബിൾ ആയിരിക്കും. അല്ലാതെ ഒരാൾ മാത്രമല്ല, രണ്ടുപേരും കംഫർട്ടബിൾ ആയിരിക്കും. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം അറിയാം. സോ ഡിസിഷൻസ് ആൻഡ് ഫേം സ്റ്റാൻഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓൾവേസ് ടു ഹാവ് എ ഡിസിഷൻസ് ആൻഡ് ഫേം സ്റ്റാൻഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ യുവർ ലൈഫ്. ഇംപ്രസ് ചെയ്യണം ഓർ എക്സ്പ്രസ് ചെയ്യണം, ഇതാണ് ചോദ്യം. ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയതാണ്. നമ്മൾ എപ്പോഴും ഉണ്ട്, നമ്മൾ ജനറലി എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ്. ഓൾമോസ്റ്റ് ഓൾ ഇന്ത്യൻസ് ആർ വെരി വെരി ഗുഡ് ഇൻ ഇംപ്രസിംഗ് പീപ്പിൾ എന്നാണ് പറയുന്നത്. ഇന്ത്യക്കാർ മൊത്തത്തെ കുറിച്ച് പറയുന്നതാണ്. എന്താണ് നമ്മൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി? നമ്മള് കാശില്ലെങ്കിലും നമ്മള് ഏറ്റവും വില കൂടിയ കൂടിയ ഗ്ലാസ് വെക്കുക, നല്ലപോലെ ഷർട്ട് ഇടുക, മുഖത്ത് നല്ല ഒരു വൈറ്റ് വാഷ് ഒക്കെ ചെയ്തിട്ട് ആണെങ്കിലും പെണ്ണുങ്ങളും ചെയ്യുക, ഫേഷ്യൽ ചെയ്യുക, എല്ലാം ചെയ്യുക. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ആംഗിൾ ഫോട്ടോ എടുക്കുക, കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ രാത്രി വെച്ച് ഫോട്ടോ എടുക്കുക, തലമുടി ഇല്ലെങ്കിൽ അതിന് മുകളിൽ വിക്ക് വെക്കുക. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന ആൾക്കാരെ ചെയ്യരുന്നല്ലേ പറഞ്ഞത്, ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കാണുമ്പോൾ നല്ല ലുക്കിംഗ് ഉണ്ടാകുന്നത് ഒരു തെറ്റുമില്ല. നിങ്ങൾ നല്ല ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്താൽ തെറ്റൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ. അതിനുവേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടി ചില ആൾക്കാർ ചെയ്യുമ്പോൾ കോപ്രായ ആയി പോകും. അങ്ങനെയാണ് നിങ്ങൾ നല്ല ഒരാളെ അഡ്വൈസ് ചെയ്തിട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്ന? ഇംപ്രസ് ചെയ്യാൻ. നമ്മുടെ ബിസിനസ്സിനകത്ത് കുറച്ച് ഇംപ്രഷൻ കൂടുതലാണ്, അത് സത്യമാണ്. അത് തെറ്റാണെന്നല്ല പറയുന്നത്, അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അത് നമ്മളൊരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്, അത് കുഴപ്പമുള്ള കാര്യമാണ്. പക്ഷെ ക്രിയേറ്റിംഗ് ആൻ ഇംപ്രഷൻ ഈസ് വെരി ഗുഡ്. പക്ഷെ ആ പ്രോസസ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ മറന്നുപോകും. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് നല്ല വരുമാനമുണ്ട്, ഇപ്പൊ നിങ്ങൾ എന്നോട് കാശ് ചോദിച്ചു, ഞാനിപ്പോ ആ പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് വരുമാനം ഇല്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ആവശ്യമില്ല. എനിക്ക് പൈസ ഉണ്ട്, നിങ്ങൾക്ക് തരാൻ സൗകര്യമില്ല എന്നുള്ള സ്റ്റാൻഡ് ഞാൻ എടുക്കുന്നതുകൊണ്ട് എന്റെ സാഹചര്യമല്ലേ, എനിക്ക് കുഴപ്പമില്ലെന്നേ. അത് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞെല്ലാം തെറ്റിപ്പോകും. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ഒരു അപ്ലൈൻ ഉണ്ടായിരുന്നു, ചേതൻ ശർമ്മ എന്ന് പറഞ്ഞു. പുള്ളി നേവിയിലെ പൈലറ്റ് ആയിരുന്നു, ഹെലികോപ്റ്റർ പൈലറ്റ് ആയിരുന്നു. പുള്ളി ചില ആൾക്കാരെങ്കിലും അറിയാം. ചേതൻ ഒരു സ്റ്റോറി വന്നു, ബീഹാറില് അന്നത്തെ ബിസിനസ്സിനകത്ത് സിൽവർ പ്രൊഡ്യൂസർ, ഗോൾഡ് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ലെവലുണ്ട്. അതിന് പ്ലാറ്റിനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസം ശരാശരി 40,000-50,000 വരുമാനം കിട്ടുന്ന ലെവലാണ്. ബീഹാറിലെ ഒരു ഇന്റീരിയറിൽ ചെന്നിട്ട് ഒരാൾ പ്ലാൻ കാണിക്കും. അത് പറഞ്ഞിട്ട് അപ്പം റെക്കഗ്നീഷൻ വന്നപ്പോൾ ഒരു അപ്ലൈൻ വന്ന് സൂട്ടൊക്കെ ഇട്ട് പറഞ്ഞു, ഞാൻ ഇതിനകത്ത് പ്ലാറ്റിനം ഡയറക്റ്റ് ആണ്, എനിക്ക് കഴിഞ്ഞ 5 മാസത്തായ എനിക്ക് മാസം 50,000-75,000 വരുമാനമുണ്ട്. ഒരാൾ പോയി കഴിഞ്ഞിട്ട് എത്ര നാളായിട്ട് വരുമാനമുണ്ട്? 3 വർഷമായിട്ട് വരുമാനമുണ്ട്. എനിക്ക് ഉടനെ 1 ലക്ഷം രൂപയുടെ ലെവലിൽ എത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഒരു കാര്യം പറയാണ്, പുറത്തോട്ട് വന്നിട്ട് പറഞ്ഞു, ഇവനെ പിടിച്ചൊരു മരത്തിലോട്ട് കെട്ടി,
എന്നിട്ട് പറഞ്ഞു നിന്റെ അച്ഛനെ അമ്മയെ വിളിച്ചിട്ട് അല്ലെങ്കിൽ പാരന്റ്സിനെ ആരാന്ന് വെച്ച് വിളിച്ചോ, ഒരു 5 ലക്ഷം വന്നിട്ട് എന്നെ വിളിച്ചോണ്ട് പോക്കളാൻ പറഞ്ഞു. എനിക്ക് ഇത്ര പൈസ കിട്ടുന്നല്ലേ എന്ന് പറഞ്ഞു. ഇത് കഥയായിരിക്കാം, സ്റ്റോറി ഇതായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് നമ്മള് തല വെച്ച് കൊടുക്കണം. അങ്ങനെ അല്ലെങ്കിൽ കൂടെ ഇതിന് ഇക്വലന്റ് ആയിട്ട് നമ്മളോട് പൈസ ചോദിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മുടെയൊക്കെ സമൂഹത്തിൽ എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ചില ആൾക്കാർ ജെനുവിൻ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്കത് പെട്ടുപോകുന്ന സിറ്റുവേഷൻ ഞാൻ ഉണ്ട്. അതുകൊണ്ട് ആരെ സഹായിക്കരുത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. സഹായിക്കാൻ അർഹതയുള്ളവരെ പറ്റുന്ന രീതിയിൽ പക്ഷെ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് അപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. സോ നമ്മൾ ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് മടി കാണിക്കരുത്. ഇംപ്രസ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ടെന്ന് കണ്ടാൽ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുന്നതിന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അത് നല്ലതാണ്. സോ ഫോൾസ് ഇമേജസ്, നമ്മൾ പണം മേടിച്ച് ഒരാളെ സഹായിക്കാൻ പോവോ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ പ്രൊപ്പൽ ചെയ്യാൻ പോവോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫോൾസ് ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ബട്ട് ദാറ്റ് വോണ്ട് സ്റ്റാൻഡ് ലോങ്, കൂടുതൽ നാളത്തേക്ക് നിൽക്കത്തില്ല എന്നുള്ള മനസ്സിലാക്കാം. ആൻഡ് രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഡോണ്ട് ഹേർട്ട് എനിവൺ വെൻ സേ നോ. നിങ്ങൾ നോ പറയുമ്പോൾ ആരെ ഹേർട്ട് ചെയ്യരുത്. അത് പ്രധാനപ്പെട്ട ഘടകമാണ്. അതെന്ന് വെച്ചാല് ചില ആൾക്കാരെ നോ നിനക്ക് തരാൻ പറ്റില്ല എന്ന് അങ്ങനെ പറയുന്ന ഒരാൾ ചിലപ്പോൾ ഒരാളുടെ ആവശ്യം കാരണം നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നതായിരിക്കും പൈസയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായമോ ഒക്കെ തന്നെ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ജോലി മേടിച്ചു ഇങ്ങനെ പല കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ തരത്തിൽ സഹായം ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പലരും വരുന്നുണ്ടാവും അല്ലെ. ചിലപ്പോൾ ചില ആൾക്കാർ ജെന്യുവനായിട്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ ആ സമയത്ത് നിങ്ങൾ നോ പറയേണ്ട സിറ്റുവേഷനിൽ പോലും അവരെ ഹേർട്ട് ചെയ്തുകൊണ്ടോ അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടോ നന്നായി നിനക്ക് ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നും ഉണ്ടാകരുത്. കാരണം ഒരാളെ ഇൻസൾട്ട് ചെയ്യാനോ ഹേർട്ട് ചെയ്യാനോ നമുക്ക് യാതൊരു അവകാശമില്ല. പക്ഷെ അതേ സമയത്ത് അയാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ കടം കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. അത് നമ്മൾ മനസ്സിലാക്കണം ഒരു നൈസ് ആയിട്ടുള്ള രീതിയിൽ. അതൊരു പ്രാക്ടീസ് ചെയ്ത് കുറെ കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കിക്കോളും. അത് മനസ്സിലാക്കണം. ആൻഡ് ഓൾവേസ് സേ നോ ടു ആൻ ഇൻസിഡന്റ്, നോട്ട് ടു എ പേഴ്സൺ. അതായത് നോ ടു ആൻ ഇൻസിഡന്റ്, നോട്ട് ടു എ പേഴ്സൺ. അതായത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് കടം ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നു പൈസ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് തരാൻ, ഞാൻ നല്ല ടൈറ്റ് ആണ്, ഓൾറെഡി ഞാൻ ഒത്തിരി കാര്യങ്ങൾ എൻഗേജ്ഡ് ആണ്. അല്ലാതെ നിനക്ക് ഞാൻ പൈസ തരില്ല. ഇത് രണ്ടാണ്. മനസ്സിലായെന്നാണ്. നീ ചോദിച്ച ആവശ്യം നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതിന് പൈസ തരാനായിട്ട് എനിക്ക് ഇപ്പൊ എന്റെ ഇല്ല. നിനക്ക് ഞാൻ മറ്റൊരു അവസരത്തിൽ നോക്കാം, ഇപ്പൊ എനിക്ക് പറ്റില്ല. അതായത് നീ എന്നൊരു വ്യക്തിയെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. നീ എന്നൊരു വ്യക്തിയെ കൊണ്ടല്ല ഞാൻ പൈസ തരാത്ത. ഈ ഒരു പെർട്ടിക്കുലർ സാധനത്തിന് തരാൻ വേണ്ടി എന്റെ പൈസ ഇല്ല. ഒരു ഇൻസിഡന്റിനോട് നോ പറയാം. അല്ലെങ്കിൽ നീ അവിടെ വരാൻ പറഞ്ഞാല് ഇപ്പൊ എനിക്ക് വരാനായിട്ട് എപ്പോ അതിന് അസൗകര്യമുണ്ട്. അത് ഞാൻ മറ്റൊരു അവസരത്തിൽ നമ്മൾ കൂടുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ പല സമയത്തും നമ്മൾ പല ആൾക്കാരും പാർട്ടിയൊക്കെ കൂടാനായിട്ട് വിളിക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് നോ പറയേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഒരാളും എന്നോട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അവസാനം ആരും വിളിക്കാത്ത അവസ്ഥയാണ്. നമുക്ക് സന്തോഷം. എനിക്ക് ഞാൻ അവിടെ വന്നാലും വെറുതെ ഇരിക്കുള്ളൂ. എന്തിനാ വെറുതെ സോഡ കുടിക്കാതെ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ പറയാറുണ്ട് ഞാൻ വന്നിട്ട് കാര്യമില്ല. തന്നെയല്ല 1-2 കഴിയുമ്പോൾ നിങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ പറയുന്ന മുഴുവൻ ഞാൻ കഴിക്കാതിരുന്ന് കേൾക്കണം. എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഞാനില്ല. ഒരു നല്ല രീതിയിൽ പറഞ്ഞാല് ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ നമുക്ക് നാളെ തരുന്ന സമാധാനം വളരെ വലുതായിരിക്കും. നമ്മൾ എന്നിട്ട് വല്ലവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു വേണ്ടാത്ത കമ്പനി പോയി ഇരുന്നാലത്തെ അവസ്ഥയെന്ന് ആലോചിക്കുക. സോ ഒരു ഇൻസിഡന്റിനോട് അതേ കൂട്ടുകാരെ കൊണ്ട് നമ്മൾ ഒത്തിരി യാത്ര പോയിട്ടുണ്ട്. അതേ കൂട്ടുകാരെ കൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഇരുന്നിട്ട് നല്ലപോലെ നമ്മൾ ആഹാരം വെച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടാണ്. സിറ്റുവേഷൻ രണ്ടാണ്. മനസ്സിലായില്ലേ? ആ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കും. സേയിങ് നോ ക്യാൻ ഇൻക്രീസ് യുവർ വാല്യൂ. ചില സമയത്ത് നമ്മൾ നോ പറഞ്ഞാൽ അയാൾ ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ടാവും. സോ സേയിങ് നോ വെൻ യു വാണ്ട് ടു സേ നോ വിൽ ഇൻക്രീസ് യുവർ ഇംപ്രഷൻ. ആൾക്കാർക്ക് നമ്മൾ കുഴപ്പമില്ല കേട്ടോ എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ആ സമയത്തിന് വിഷമം വരുവാണ്. വീട്ടിൽ പോയി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ കൊള്ളാൻ കേട്ടോ എന്നൊരു തോന്നൽ. നാളെ നമ്മളോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ അവർ ആഗ്രഹിക്കും. കാരണം ഇങ്ങനെ ആയിത്തീരണം. എല്ലാ മനുഷ്യനും ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ മനുഷ്യനും ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ആവശ്യമുണ്ട്. എല്ലാ മനുഷ്യനും ജീവിതത്തിൽ നല്ല ആൾക്കാരുമായിട്ട് കൂട്ടുകൂടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ നോ പറയുന്നിടത്ത് നോ പറയാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ആൾക്കാർ കൂടുതൽ നിൽക്കും. നിങ്ങളെ തന്നെ വിശ്വാസമില്ല. നിങ്ങൾ നോ പറയേണ്ടത് യേശു പറയും, യേശു പറയേണ്ടത് നോ പറയും, ചെല്ലാന്ന് പറയേണ്ടത് ചെല്ലിയല്ല. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളോട് ആരുണ്ടാവും. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ തന്നെ കുറ്റം പറയാവുള്ളൂ. വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. സോ നോട്ട് ടു ഗെറ്റ് ഹങ് ബൈ യുവർ ടങ്. അതും അതാണ്. നിങ്ങൾ ചില ആൾക്കാര് ഉളവാക്കും. നോ പറയാമോ സാർ വന്നിട്ട് നോ പറയുന്നത് അങ്ങനെ പറഞ്ഞ് കുറെ ആൾക്കാരെ എനിക്കറിയാം. ചുമ്മാ അനാവശ്യമായിട്ട് അത് പബ്ലിക് ആയിട്ടൊക്കെ ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. നാക്കിന് കൺട്രോൾ ഇല്ല. ബ്രെയിനും നാക്കിനും ഇടയിൽ ചെറിയ കൺട്രോൾ വെച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നം അറിയാം. ബ്രെയിനിൽ തോന്നുന്നു ടക്കുന്നത്. നമുക്ക് തന്നെ ചില ആൾക്കാരോട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു പറയാനാണ്. പറഞ്ഞു കഴിഞ്ഞാൽ തീരും. അതായത് ചിലപ്പോൾ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് ഈ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞ എന്റെ ബിസിനസ് ഇവിടെ തീരും. അവിടെ നമ്മൾ പറയല സമാധാനത്തോടെ നമ്മൾ കൂടും. നമുക്ക് ആലോചിക്കാന്ന് പറയും. ചില സമയത്തൊക്കെ ഞാൻ പറയും ഫോൺ കട്ട് ചെയ്ത് തിരിച്ചു വിളിക്കാമെന്ന് കട്ടി. ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് വരുമ്പോഴത്തേക്ക് ദേഷ്യം മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, കുറച്ചു നേരം ആലോചിക്കട്ടെ. ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഈ ഇമ്പൾസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. കേട്ട കഥയാണ്. ഞാൻ എനിക്ക് നേരിട്ട് കേട്ടതല്ല, കേട്ട കഥയാണ്.
അവസാനം അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഇതുപോലെ തന്നെ പലരും അദ്ദേഹത്തിന് മുതലെടുക്കാൻ തുടങ്ങിയപ്പോൾ പല സ്ഥല പ്രശ്നങ്ങൾ ഞാൻ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. ഒരു തീരുമാനം പെട്ടെന്ന് ഒരു തീരുമാനം കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ വായിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ യൂറിനലിൽ പോയിട്ട് വരാം, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം, പുറത്തോട്ട് ആ സമയം കൊണ്ട് ചിന്തിക്കും. ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് നമുക്കൊരാളെ നമ്മളിപ്പോ ഒരു മീറ്റിംഗ് നടന്നു, ഒരാളെ അവിടെ പോയി ഇഷ്ടപ്പെട്ടില്ല, അയാളുടെ മുഖത്ത് നോക്കി ആ മീറ്റിങ്ങിനിടെ പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അല്ലെ ഒരാൾ ലേറ്റ് ആയിട്ട് വന്നു, അയാളെ നമ്മൾ ചീത്ത പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും മുന്നിൽ വെച്ചു. അയാൾ പിന്നെ മീറ്റിംഗിൽ വരികയല്ല, ബിസിനസ്സിൽ കാണുകയല്ല. നമ്മൾ നോ പറയാൻ മനോജ് സാറ് പറഞ്ഞല്ലോ, അതുകൊണ്ട് നോ പറഞ്ഞാണ്. പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത് നോ പറയേണ്ട രീതിയുണ്ട്, നോ പറയേണ്ട സ്ഥലമുണ്ട്. പബ്ലിക്കായിട്ട് ഒരാളെ നമ്മൾ ഇകഴ്ത്തി കാണിക്കരുത്, പബ്ലിക്കായിട്ട് പുകഴ്ത്തിക്കോ, പക്ഷെ ഇകഴ്ത്തി കാണിക്കരുത്. സോ ഡു നോട്ട് ഗെറ്റ് ഹങ് ബൈ യുവർ ടങ്. നിങ്ങളുടെ നാക്കുകൊണ്ട് തൂക്കിച്ചാകരുത് എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? ഹാവ് എ കോൺസ്റ്റന്റ് പേഴ്സണാലിറ്റി. എപ്പോഴും കോൺസ്റ്റന്റ് പേഴ്സണാലിറ്റി ഉണ്ടാകണം. എന്നിട്ട് ചില ആൾക്കാർ പറയും എന്റെ സ്വഭാവം ഇങ്ങനെ, എന്ത് ചെയ്യാൻ പറ്റും? ആ സ്വഭാവം മാറ്റിയില്ലേ നിങ്ങളോട് ആരെങ്കിലും നിൽക്കുവോ? ഇല്ല. ആൾക്കാരെ വെറുപ്പിക്കുന്ന സ്വഭാവം എനിക്കുണ്ടെങ്കിൽ എന്റെ കൂടെ ആൾക്കാർ നിൽക്കുവോ? ഇല്ല. ആൾക്കാരെ സ്നേഹിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ട് പോലും നമുക്ക് കാളെ നിർത്താൻ പറ്റുന്നില്ല, പിന്നെ അല്ലേ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു പ്രശ്നമാണ്. സോ ലേൺ ടു നോ യുവർ റൈറ്റ്സ്. ഐ ഹാവ് എ റൈറ്റ് ടു ഏൺ മണി. പൈസ ഏൺ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതേ റൈറ്റ് തന്നെ എന്റെ പൈസ എന്റെ അടുത്ത് വെക്കാൻ എനിക്ക് ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതുകൊണ്ട്. ലോട്ടറി അടിച്ച ആൾക്കാർ, പല ആൾക്കാർ ഭ്രാന്ത് പിടിച്ച് പോയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷക്കാരന് തിരുവനന്തപുരത്ത് ലോട്ടറി അടിച്ച് അവസാനം വീട് വിട്ടു പോകേണ്ടി വന്നു. കാരണം അവന്റെ വീട്ടിലോട്ട് ആൾക്കാർ തള്ളി കയറുവാണ്. അവൻ എത്ര കോടി കിട്ടി? 2, 3, 5, എത്ര കോടി? 5 കോടി കിട്ടിയത് അവന് മേടിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത് മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കാനുള്ള റൈറ്റ് അവനുണ്ട്. അപ്പൊ ആൾക്കാർ അവന്റെ വീട്ടിൽ തള്ളി കയറി സഹായത്തിന് ചെല്ലുവാണ്. അത് നിനക്ക് വെറുതെ കിട്ടിയ പൈസയല്ലേ തന്നു എന്നുള്ള രീതിയിലാണ്. ഇതേ അവസ്ഥയാണ് പല ആൾക്കാർ. നമ്മൾ മനസ്സിലാക്കണം, പൈസ മാത്രമല്ല കേട്ടോ. പൈസ ഒരു വശം, പൈസ ഒരു 30% ഉള്ളൂ. 70% പൈസ അല്ലാത്ത ഒത്തിരി സഹായങ്ങളും കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊന്നും നമ്മുടെ ഭാഗത്ത്. നിങ്ങളുടെ റൈറ്റ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ അവകാശങ്ങൾ മനസ്സിലാക്കുക. സോ ഡോണ്ട് ബി പ്രെഡിക്റ്റബിളി അൺപ്രെഡിക്റ്റബിൾ. അങ്ങനെയുണ്ട്. അതായത് യേശു പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക. യേശു പറയുന്നത് ചെയ്യത്തില്ല. മേ ബി എന്ന് പറയും, വന്നേക്കാം, നോക്കട്ടെ എന്ന് പറയും, പിന്നെ ചെയ്യത്തില്ല. ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു ഇതാണ്. അതൊരു ഫേക്ക് പേഴ്സണാലിറ്റിയാണ്. ചില ആൾക്കാരെ അത് കോൺസ്റ്റന്റ് ആയിരിക്കാം. ചില ആൾക്കാരെ ഫ്ലാറ്റർ ചെയ്യും, നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി. അയ്യോ, സാർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിതത്തിൽ എവിടെ എത്തിയില്ലായിരുന്നു, സാർ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയല്ല. അപ്പൊ ഞാൻ അങ്ങനെ പറയുന്ന പല ആൾക്കാരും പറയാറുണ്ട്, നീ കൂടുതൽ സാറ് ഇല്ലായിരുന്നെങ്കിൽ സാധനം വെക്കണ്ട, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ, ഞാനില്ലായിരുന്നെങ്കിൽ നീ ചെയ്ത. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ സക്സസ്ഫുള്ളി ഉളങ്ങിയില്ലായിരുന്നെങ്കിൽ മൈ ലൈഫ് വരിക? നിങ്ങളുടെ തന്നെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വന്നാനേ, യാതൊരു സംശയമില്ല. നിങ്ങൾ ആരും ജോലി ചെയ്തില്ലായിരുന്നു, ഞാൻ എന്റെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തേനെ. അപ്പൊ നമ്മൾ അതിന്റെ അർത്ഥം ഞാൻ നിങ്ങൾ വന്നതിനകത്ത് ഹാപ്പി അല്ലെന്നാണ്. വളരെ ഹാപ്പിയാണ്. നിങ്ങളെ കിട്ടിയത് എല്ലാ ദിവസവും രാവിലെ എന്റെ ദൈവത്തിനോടുള്ള ആദ്യത്തെ പ്രാർത്ഥന എന്റെ ടീമിന് കിട്ടിയത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. എന്റെ അപ്ലൈനെ കിട്ടിയത്, ടീമിനെ കിട്ടിയത് എല്ലാ ദിവസവും എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. അത് ഒരു സംശയമില്ല. അത് ദൈവത്തിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹയർ പവറിന്റെ ഒരു ശക്തി തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ ആരും മുതലെടുക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ നമ്മളെ സുഖിപ്പിക്കാൻ വരും. ഭയങ്കരമായിട്ട് സുഖിപ്പിക്കുന്ന ആൾക്കാരെ എപ്പോഴും സൂക്ഷിക്കുക. അവർ നാളെ നിങ്ങൾക്ക് തരാൻ പോകുന്ന 8ന്റെ പണി തരാം, 8ന്റെ അല്ല 16ന്റെ പണി തരാൻ പോകുന്നവരായിരിക്കും. കാരണം സുഖിപ്പീര് കൂടുന്നത് എന്തിനാന്ന് വെച്ചാല്, എപ്പോഴാണ് എനിക്ക് നിങ്ങളെ സൂചിപ്പിക്കേണ്ടി വരിക? എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം സാധിച്ചെടുക്കാം, എനിക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം സാധിച്ചെടുക്കാം, അർഹതയില്ലാത്ത റിലേഷൻഷിപ്പ് സാധിച്ചെടുക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അർഹതയില്ലാത്ത കാര്യങ്ങൾക്ക് ഒരാൾ ഫ്ലാറ്റർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു. അർഹതയുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, നമ്മൾ ആൾക്കാരെ സൂചിപ്പിക്കാൻ പോകാറില്ല, നമ്മൾ ആൾക്കാരെ സ്നേഹിക്കാറുണ്ട്, വളരെയധികം സ്നേഹിക്കാറുണ്ട്. ഔട്ട് ഓഫ് ദ വേ പോയി ഞാൻ ചെയ്യിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഔട്ട് ഓഫ് ദ വേ എന്റെ ജീവിതത്തിൽ തന്നെ പല റിസ്കുകളും എടുത്ത് പല ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്, പലതരത്തിലും സഹായിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ഞാൻ ഇപ്പോഴത്തെ ഈ പ്രായത്തിൽ ഞാൻ ചിലപ്പോൾ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്റെ 26-ാമത്തെ 27-ാമത്തെ വയസ്സ് ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മളെ സൂചിപ്പിക്കുന്ന ഒരാളുടെ പറയാണെന്ന് അവനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രശ്നത്തിൽ. അതുകൊണ്ട് നമ്മളെ അവർ പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യും. സോ ഡോണ്ട് ബോസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങളെ ഫ്ലാറ്റർ ചെയ്ത് നമ്മൾ വേണ്ടാത്ത കാര്യം തള്ളുകാന്ന് പറയും, തള്ളു നടത്തരുത്. അതായത് ഡോണ്ട് ബോസ്റ്റ് യുവർ സെൽഫ്. അതായത് നിങ്ങളെ ആൾക്കാർക്ക് അറിയാമെങ്കിലും ഞാൻ നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നിങ്ങൾ എനിക്ക് ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അത് ചെറുതായിരിക്കാം, വലുതായിരിക്കാം, ഒത്തിരി വലുതായിരിക്കാം, എനിക്കറിയില്ല. ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ പറയുന്ന എന്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പറയാവുന്ന, ആരോടും ചോദിക്കാതെ പറയാവുന്ന കാര്യം അതാണ്. അപ്പൊ നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ എനിക്ക് തരുന്ന വാല്യൂ കൂട്ടാൻ വേണ്ടി ഞാൻ അഡീഷണൽ ആയിട്ട് തള്ളിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ ഓൾറെഡി എനിക്കൊരു വാല്യൂ തന്നു. അതുപോലെ നമ്മൾ വെറുതെ എനിക്ക് കിട്ടുന്ന കാര്യങ്ങളോ ചെയ്യുന്ന കാര്യങ്ങളോ പറയേണ്ട കാര്യമൊന്നുമില്ല. കിട്ടുന്നതിന് മുഴുവൻ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുക, ചെയ്യുന്ന മുഴുവൻ ചെയ്തൊന്നും പലപ്പോഴും നമ്മളെ ദോഷങ്ങളിലേക്കാണ് ഗുണങ്ങളെക്കാൾ നയിക്കുന്നത് ഞാൻ പറയുന്നത്. അല്ല, അനാവശ്യ കാര്യങ്ങളോ ഉള്ള കാര്യങ്ങളോ ഉള്ളത് പറയണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളെല്ലാം പറയണം നിർബന്ധമൊന്നുമില്ല.
ഇല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയാതിരിക്കുക. നാളെ നിങ്ങൾ പറഞ്ഞ് തെറ്റായി പോയെന്ന് മറ്റൊരാൾ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്താവും നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് വരുന്ന ഒരു വ്യക്തി കൂടെ ആണെങ്കിൽ, ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടെ ആണെങ്കിലോ, അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ തള്ളിമറിച്ചിട്ടുണ്ട്. ആൾക്കാർ നിങ്ങൾക്ക് അറിയാം, ആൾക്കാർ അറിയാമെങ്കിൽ ഒട്ടും പറയാം. പുതിയ ഒരാളോട് നമ്മൾ പറയുമ്പോൾ നമുക്ക് പലതും പറയാം. നാളെ അവർ നമ്മളെ കണ്ടുപിടിക്കുക എന്ന് ഉറപ്പുണ്ട്, നമുക്ക് എന്തും തള്ളിയിട്ട് പറയാം. പക്ഷെ അത് നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനെ കണ്ടുപിടിക്കുന്ന ആളെ ഫ്ലൈറ്റ് കണ്ടു നമ്മൾ എന്തും പറഞ്ഞിട്ടുണ്ട്. നാളെ ആൾ നമ്മളെ മുട്ടിയാതെന്ന് ഉറപ്പുണ്ടെ തള്ളാം. പക്ഷെ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നതിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നും കാണുന്ന ഒരാളുടെ തള്ളിയാൽ നാളെ നിങ്ങൾക്ക് പഠിക്കും. ആൻഡ് ട്രൈ ടു ടേക്ക് ഡിസിഷൻസ് മേക്ക് യു കംഫർട്ടബിൾ ആൻഡ് മേക്ക് യുവർ ഫ്യൂച്ചർ ബെറ്റർ. നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം സുഖകരമാകുന്നു, നാളെ ഭാവി സുരക്ഷിതമാകാൻ പറ്റുന്ന തീരുമാനങ്ങൾ എടുക്കും. അത് ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് ബിസിനസിനോട് യേശോന്ന് പറയേണ്ടി വരും നിങ്ങൾക്ക്, അല്ലെ? ബിസിനസ് ചെയ്യാൻ നിങ്ങൾ മനസ്സ് അനുവദിക്കുന്നില്ല, സ്റ്റോപ്പ് ദ ബിസിനസ്. ആരെ നിങ്ങളോട് കംഫർട്ട് ചെയ്യണത്? ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സ് അനുവദിക്കുന്നു, വീട്ടിൽ സമ്മതിക്കുന്നില്ല, അവരോട് സംസാരിക്കുക. നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ ജീവിതം സുഖകരമാക്കാനും നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും പറ്റിയ കാര്യങ്ങൾ ചെയ്യുക. സംടൈംസ് സേയിങ് യെസ് ക്യാൻ സേവ് യു നൗ. ചില സമയത്ത് നിങ്ങൾ ഇപ്പൊ ഒരു യെസ് പറഞ്ഞ ഇപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ച് സമാധാനമുള്ള മുന്നോട്ട് പോകും. പക്ഷെ നാളെ അത് ലയബിലിറ്റി ആയിട്ട് മാറും. അത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുക. സോ നെവർ ടേക്ക് മേജർ ഡിസിഷൻസ് ഇമ്പൾസീവ്ലി. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. പെട്ടെന്ന് ഒരാളെ സഹായിക്കാൻ, പെട്ടെന്ന് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇമ്പൾസീവായിട്ട് ചെയ്യുന്ന ചെയ്തേക്കാം എന്ന് പറഞ്ഞെടുക്കുന്നവര് സമാധാനമായിട്ട് ഇരുന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഞാനൊരു പ്രൊജക്ടിന്റെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടെങ്കിൽ മാസങ്ങളോട് ആലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മൈ ലൈഫ് തന്നെ തുടങ്ങാൻ 2.5 മാസം ആലോചിച്ചിട്ട് ഞാൻ തുടങ്ങി. നിങ്ങൾ അത്ര ആലോചിക്കണം എന്ന് പറയുന്നില്ല, പക്ഷെ എന്നാൽ പോലും ആലോചിച്ച് ചെയ്യുക. ആലോചിച്ച് ചെയ്യുമ്പോൾ എന്താണ് കുറച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കും തോറും നമ്മുടെ ക്ലാരിറ്റി തെളിഞ്ഞ് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ എന്താ, നമുക്ക് തീരുമാനം കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം എടുക്കാൻ പറ്റും, തീരുമാനം കുറച്ചുകൂടെ ജുഡീഷ്യലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേസൊക്കെ പഠിക്കുമ്പോൾ, കേസൊക്കെ വാദിക്കുന്ന സമയത്ത് രണ്ട് വക്കീലുമാരും, പ്രതിവാദം വക്കീലും വാദിവാദം വക്കീലും ഒക്കെ വാദിക്കും. അവർ പല വാദവും കഴിഞ്ഞിട്ട് ജഡ്ജി ഇരുന്ന് ആലോചിക്കും. പിന്നെ പല സ്ഥലത്തും പുള്ളി ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണ എന്താ, അതുപോലെ നേരത്തെ എവിടെയെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. അതാണ് പറയുന്നത്, എന്താ പറയുന്നത് കേസിനകത്തൊക്കെ റെഫറൻസുകൾ പറയാറുണ്ട്, അല്ലെ? മുഹമ്മദ് അബ്ദുള്ള വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കേസുകളുടെ റെഫറൻസ്, അതൊക്കെ ഇന്ന് അവർ ആലോചിച്ചെടുക്കാൻ. ഒരാളുടെ ആ തീരുമാനം കൊണ്ട് ഒരു ജീവിതത്തിൽ ഒരാളുടെ മാറ്റം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെയാണ് ജുഡീഷ്യലായിട്ട് തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ ആലോചിക്കുക. തീരുമാനം എടുത്താൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടു. അത് മനസ്സിലാക്കുക. ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്ലാൻ യു വിൽ ഫിറ്റ് ഇൻ ടു സംബഡി എൽസസ് പ്ലാൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ പ്ലാനിന്റെ അകത്ത് ഫിറ്റ് ആവേണ്ടി വരും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നാളത്തെ കുറിച്ച് ഒരു പ്ലാൻ ഇല്ലെങ്കിൽ, ഭാവിയെ കുറിച്ച് ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ, നിങ്ങൾ മറ്റൊരാളുടെ ഡ്രീമിന്റെ പാർട്ടായിട്ട് നിങ്ങൾ മാറേണ്ടി വരും. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതം. ഇന്ന് പല ആൾക്കാരും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരാളുടെ ഡ്രീമിന്റെ പാർട്ടാണ്. നമ്മളിപ്പോ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഞാൻ പലരോട് പറഞ്ഞു, യു ആർ പാർട്ട് ഓഫ് സംബഡി എൽസസ് ഡ്രീം, യു ആർ നോട്ട് പാർട്ട് ഓഫ് യുവർ ഡ്രീം. നിങ്ങളുടെ പാർട്ടല്ല, ഡ്രീമിന്റെ പാർട്ടല്ല, മറ്റൊരാളുടെ ഡ്രീമിന്റെ പാർട്ടാണ്. സോ യു മസ്റ്റ് റെക്കഗ്നൈസ് യുവർ റൈറ്റ്സ് ആൻഡ് സ്റ്റാൻഡ് അപ്പ് ഫോർ ദം. ഇഫ് യു ഡു നോട്ട്, അതർ പീപ്പിൾ ഡിഫൈൻ യുവർ റോൾ ഫോർ യു ആൻഡ് യു സ്റ്റോപ്പ് ബീയിങ് യുവർ സെൽഫ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ്സ് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി നിലകൊള്ളണം. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിനും റൈറ്റ്സിനും വേണ്ടി നിലകൊണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് മറ്റൊരാൾ ഡിഫൈൻ ചെയ്ത് വരും. അത് നാളെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളെ തന്നെയാണ്. മനസ്സിലായോ? പണ്ട് കുതിരവട്ടപ്പം പറഞ്ഞ നിങ്ങൾ ആരാണെന്ന്, നീ ആരാണെന്ന് നിനക്കറിയാൻ വേണ്ട, നീ എന്നോട് ചോദിക്കും നീ ആരാണെന്ന്, ഞാൻ നിന്നോട് പറയാന്ന് പറഞ്ഞ അവസ്ഥയൊക്കെ, അല്ലെ? നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഇല്ലെങ്കിൽ, നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു എന്താ പറയുന്നത് ഒരു നിലനിൽപ്പ് നിങ്ങൾ തന്നെ തീരുമാനിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ റൈറ്റ്സ്, നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ നിങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറും. അത് ചിലപ്പോൾ ഹസ്ബൻഡോ വൈഫോ മക്കളോ ഒന്നും മാത്രമല്ല, സമൂഹത്തിൽ തന്നെ ജോലി ചെയ്യുന്നവർ തന്നെ ആയി വരും. നിങ്ങൾക്കൊരു പ്ലാൻ ഇല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെ ഡിഫൈൻ ചെയ്ത് ഇന്നതാണ് ചെയ്യേണ്ടത്, അത് ചെയ്തുകൊണ്ടിരിക്കും തോറും നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. നാളെ നിങ്ങൾ പോലും അതിന്റെ അടിമയായി. നിങ്ങളുടെ സത്വം എന്ന് പറയുന്ന സാധനമുണ്ട്, നിങ്ങളുടെ ക്യാരക്ടർ ഉണ്ട്, അതില്ലാതെ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അസ്തിത്വം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഞാൻ ഒരാളുടെ കഥ പറയാം, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കഥയാണ്. നേരിട്ട് അറിയാവുന്ന ഈ വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വ്യക്തിയുടെ മെന്ററും എന്റെ മെന്ററായിരുന്നു കുറെ നാള്. അദ്ദേഹത്തുമായിട്ട് എനിക്ക് പരിചയമുള്ള കഥയാണ്. ഈ വ്യക്തി ജനിച്ചത് 1980 ഓഗസ്റ്റ് 15 ആന്ധ്രാപ്രദേശിലാണ്. നല്ല ബുദ്ധിയുള്ള ഒരു പയ്യനായിരുന്നു. അവൻ ബിറ്റ്സ് പിലാനി എന്ന് പഠിച്ചാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്കൽ സയൻസ് എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ IIT ഒപ്പം നിൽക്കുന്ന, എന്റെ മോക്കോടെ കിട്ടിയിട്ട് അവർക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിന് വേണേ കിട്ടുക എന്നുള്ള സിറ്റുവേഷൻ ആണ്. നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് കുട്ടികൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല കിട്ടുന്നത്. അത് IIT കിട്ടുന്നതിന് ഇക്വലന്റ് ആയിട്ടുള്ള സംഭവം.
വിച്ച് പിലാനി കിട്ടാവുന്ന ഏറ്റവും നല്ലതാണ്. അത്രയും പഠിക്കാതെ അത് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ സ്റ്റഡിയുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണ്. 9+ CGPA എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലാണ്. അതായത് അവരുടെ പെർഫോമൻസ് അസസ്മെന്റിന്റെ കോമ്പൗണ്ട് 9% എന്ന് പറഞ്ഞാൽ 80% മോളി മാർക്ക് കഴിഞ്ഞാൽ ബിറ്റ്സിലൊക്കെ 9% CGPA എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദ വേൾഡ്. ചോദിക്കുന്ന സാലറി ചോദിക്കുന്ന ശമ്പളം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അത് കഴിഞ്ഞിട്ട് അത് അതിനകത്ത് ജോയിൻ ചെയ്തു. അവിടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ പ്രൊഫഷൻസിക്ക് വേണ്ടി അവിടെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഓൺ എക്കണോമിക്സ് സോഷ്യൽ സൈക്കോളജി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഷെവറിംഗ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ഫിനാൻഷ്യൽ സർവീസിൽ ഫെലോഷിപ്പ് ചെയ്തു. ആൻഡ് കിങ്സ് കോളേജ് ലണ്ടനിൽ ചെയ്തു. ഇങ്ങനെ പല, അതായത് ടോപ്പ് ഓഫ് ദി ടോപ്പ് ഡിഗ്രീസ് എല്ലാം ചെയ്തു. 2004 മുതൽ 2006 വരെ അദ്ദേഹം ഈ ജോലിയുടെ ഭാഗമായിട്ട് ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതിലൊക്കെ ബാംഗ്ലൂർ ഹൈദരാബാദ് ഫ്ലൈറ്റിൽ പോകുന്നതിനേക്കാൾ ചില സമയത്ത്, കാരണം നിങ്ങള് വൈറ്റ് ഫീൽഡിലാണെങ്കിൽ വൈറ്റ് ഫീൽഡിൽ നിന്ന് എയർപോർട്ടിൽ ചെല്ലാൻ 3 മണിക്കൂർ, അവിടുന്ന് ഹൈദരാബാദിൽ ചെന്നിട്ട് തിരിച്ചു വരണം. അങ്ങനെ കുറെ സമയം എടുക്കുന്നുണ്ട്. ബസ്സിലാണ് യാത്ര. രാത്രിയിൽ സുഖമായിട്ട് ബസ്സൊക്കെ അന്നൊന്നും ഇത്രയും ഫ്ലൈറ്റ്സും ഉണ്ടായിരുന്നില്ല. പുള്ളി ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ബസ് ബുക്ക് ചെയ്യാന്നുള്ള വലിയ ബുദ്ധിമുട്ടായി. കാരണം അന്ന് നെറ്റിലൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബസ് ബുക്ക് ചെയ്യണമെങ്കിൽ KSRTC പോലെ എന്ത് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ ചെയ്യാൻ പറ്റും അല്ലെ. ഇന്നങ്ങനെയല്ല, അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അദ്ദേഹം ബാംഗ്ലൂർ മടിവാളയിലാണ് ഈ ബസ് എല്ലാം വരുന്നത്. അവിടുന്ന് ട്രാവൽ ഏജന്റിന്റെ ഓഫീസിൽ പോയി ബസ് ബുക്ക് ചെയ്യണം. അതല്ലെങ്കിൽ ഇപ്പൊ ഓരോ ട്രാവൽ ഏജന്റ് ഓഫീസിൽ പോകും. ഒരു പ്രാവശ്യം പുള്ളിക്ക് ബസ് മിസ്സായി. ട്രാവൽ ഏജന്റ് പുള്ളിയെ ചീറ്റ് ചെയ്തു. പുള്ളിക്ക് ബസ് ടിക്കറ്റിന്റെ പൈസയൊക്കെ മേടിച്ച് ടിക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞു. ടിക്കറ്റ് കൊടുത്തില്ല, ബസ്സിൽ പോകാൻ പറ്റിയില്ല. പുള്ളിക്ക് ഒരു ഇമ്പോർട്ടന്റ് കോൺട്രാക്ട് നഷ്ടപ്പെട്ടു. പുള്ളി ഹൈദരാബാദിൽ എത്തിച്ചേരാൻ പറ്റിയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാതെ ഒരു കോൺട്രാക്ട് നഷ്ടപ്പെട്ടു. അത് പുള്ളിക്ക് വലിയ ക്ഷീണമാണ്. അന്ന് പുള്ളി ഭയങ്കര ഡിസപ്പോയിന്റ് ആയി. പുള്ളി അതിനെ കുറിച്ച് ആലോചിച്ചു, നമ്മളാണ് എന്ത് ചെയ്യും ഇനി മേലെ, ഇപ്പൊ കല്ലടക്കാരനാണ് ചെയ്തെങ്കിൽ ഇനി മേലെ കല്ലട യാത്ര ചെയ്യുന്നത് നമ്മൾ അവിടെ ഒന്ന് ക്ലോസ് ചെയ്യും. പുള്ളി അങ്ങനെയല്ല. പുള്ളി ചിന്തിച്ചു ഇതിനൊരു സൊല്യൂഷൻ, എന്നെ പോലെ ഒത്തിരി പേർക്ക് പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ച് പുള്ളി ഒരു ഫ്രണ്ടും കൂടെ ചേർന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫോർ ബുക്കിംഗ് ടിക്കറ്റ്, പുള്ളിയുടെ ഒരു മെന്റർ ഉണ്ട്, ആ മെന്ററുമായിട്ട് ഇരുന്ന് സംസാരിച്ച് ഇവര് തുടങ്ങാൻ തീരുമാനിച്ചു. അവരൊരു ഫ്രണ്ടും കൂടെ ചേർന്ന് ഓൺലൈൻ ബസ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടായി. കുറെ നാൾ അത് ചെയ്തിട്ട് ആരും അത് ഏറ്റെടുത്തില്ല. അത് ഇന്റർനെറ്റ് ഒന്നും ഇത്ര സ്പീഡില്ല. 1 GB വേണ്ടിയിട്ട് ഒരു മാസം 1 GB ഡാറ്റ, ഒരു മാസം 1 GB വേണ്ടി 750 രൂപ കൊടുക്കേണ്ട സമയമായിരുന്നു. ഇന്ന് ഒരു ദിവസം 2 GB ഒരു മാസത്തേക്ക് എടുക്കണമെങ്കിൽ പോലും 200 രൂപയ്ക്ക് പ്ലാൻ കിട്ടും അല്ലെ. അന്ന് അങ്ങനെ ആയിരുന്നില്ല. കുറെ നാൾ സക്സസ്ഫുൾ ആയില്ല. അവസാനം പുള്ളി redbus.in എന്നുള്ള ഒരു സൈറ്റ് ആയിരുന്നു, വെബ്സൈറ്റ് ആയിരുന്നു. റെഡ്ബസ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോമിനന്റ് ബസ് ബുക്കിംഗ് ആപ്പാണ്. അത് 2500 കൂടുതൽ ബസ് ഓപ്പറേറ്റേഴ്സുമായിട്ട് പുള്ളി സഹകരിച്ച് അത് സക്സസ്ഫുൾ ആക്കി. കുറെ നാൾ കഴിഞ്ഞു നല്ല രീതിയിൽ പോയി. ഇറ്റ് വാസ് ആൻ അവാർഡ് വിന്നിംഗ് പ്രൊഡക്റ്റ് ആയിരുന്നു. ആൻഡ് ലോകത്തിലെ ഏറ്റവും നല്ല 50 മോസ്റ്റ് ഇന്നോവേറ്റീവ് കമ്പനിയുടെ പട്ടികയ്ക്കകത്ത് redbus.in എന്നൊരു കമ്പനി ഉണ്ടായി. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ കമ്പനി അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് വരും. അപ്പൊ ഒരു ഇൻവെസ്റ്റർ വന്നു. ആ ഇൻവെസ്റ്റർ വന്നിട്ട് പുള്ളിക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞു. പുള്ളിക്ക് ആ പൈസയ്ക്ക് യാതൊരു ആവശ്യമില്ല. പക്ഷെ പുള്ളിയുടെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു. പാർട്ണർ പറഞ്ഞു നമുക്ക് കൊടുക്കാം, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൂടെ കിട്ടിയാൽ നമുക്ക് അത് ചെയ്യാം. ബൈജൂസിന് പറ്റിയ അവത്താണ്, അത് പിന്നെ പറയാം. അപ്പൊ ഇത് പൈസ കൊടുക്കാന്ന് പറഞ്ഞു. ആവശ്യമില്ലെങ്കിൽ കൂടെ പുള്ളിയുടെ സുഹൃത്ത് നിർബന്ധിച്ചു. പുള്ളിക്ക് നോ പറയാൻ പറ്റില്ല. ഇവർ രണ്ടുപേരുടെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് തുടങ്ങിയത്. പുള്ളി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് തന്നെ പുള്ളി പറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ആ സുഹൃത്തിനെ എനിക്ക് അന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, അതുകൊണ്ട് പുള്ളി യേശു പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ട് ഐ ഷുഡ് ഹാവ് സെഡ് നോ. ഒരു ആവശ്യമില്ലെങ്കിലും അന്ന് കുറെ പൈസ മേടിച്ച് പുള്ളിയുടെ കുറച്ച് ഷെയർ കൊടുത്തു. ആ ഷെയർ കൊടുത്തപ്പം പിന്നീട് പലപ്പോഴായിട്ട് പുള്ളി കുറേശ്ശെ ഷെയറുകൾ പലരുടെയും കിട്ടി. അന്ന് പുള്ളി ഒരു ബിസിനസ് തുടങ്ങി. പൈസ മേടിച്ചപ്പോഴത്തേക്കും പ്രഷറായി. അതിനുവേണ്ടി പിന്നെയും ചെയ്യേണ്ടി വന്നു. അവസാനം പുള്ളിയുടെ കുറച്ചധികം ഷെയർ ഇൻവെസ്റ്ററുടെ കയ്യിലായി, മൈനോറിറ്റി സ്റ്റേക്ക് ആയി. അവസാനം ഈ റെഡ്ബസ് എന്നുള്ള കമ്പനി IBIBO എന്നുള്ള കമ്പനിക്ക് വിറ്റു. ഈ ഇൻവെസ്റ്റ് ചെയ്ത ചങ്ങാതി 900 crore 900 കോടി രൂപയ്ക്കാണ് വിറ്റത്. അന്ന് ചങ്ങാതി ഇൻവെസ്റ്റ് ചെയ്ത് വെറും 3 കോടി രൂപയാണ്. 3 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ചങ്ങാതി 900 crore 900 കോടി രൂപയ്ക്ക് അത് വിറ്റു. ആ ഇതിന്റെ ഒറിജിനൽ പ്രൊമോട്ടറിന് കിട്ടിയ 32 കോടിയാണ്. അതായത് ഈ ചങ്ങാതി ആ പൈസ 2-3 കോടി മേടിക്കാതിരുന്നെങ്കിലും ഈ സംഭവം 900 കോടിക്ക് വിൽക്കാൻ പറ്റിയത്. ചിലപ്പോൾ വിൽക്കുക പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ 900 കോടി 450 കോടി ഇയാളുടെ ഇരുന്നേനെ, ചിലപ്പോൾ അതിൽ കൂടുതൽ ഇരുന്നേനെ. പക്ഷെ 32 കോടിയാണ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാല് ഒരു ഇൻവെസ്റ്ററെ നോ പറയാൻ പറ്റാത്തതുകൊണ്ട്, ഒരാവശ്യം ഇല്ലാതെ ഒരു ഇൻവെസ്റ്ററുടെ തല വെച്ചുകൊണ്ടുണ്ടായതാണ് 450 കോടിയുടെ നഷ്ടം. പേര് ഫണീന്ദ്ര സമ എന്ന് പറയും. നിങ്ങൾ ഇപ്പോഴും സെർച്ച് ചെയ്ത്, ഇപ്പൊ പുള്ളി വേറെ ഒരു പ്രൊജക്റ്റുമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ചങ്ങാതി ഇന്ന് മിനിമം 2000 കോടിയുടെ ആസ്തി ഉണ്ടാവേണ്ട വ്യക്തിയാണ്. ഒരു നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ജീവിതത്തിലുണ്ടായ എനിക്ക് നേരിട്ടറിയാവുന്ന ഏറ്റവും വലിയ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായത്.
നിങ്ങൾ മനസ്സിലാക്കുക. സോ നെവർ സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. ഒരാവശ്യമില്ലാതെ പൈസ കടം മേടിക്കരുത്, ഒരാവശ്യമില്ലാതെ യേസ് പറയരുത്, ഒരാവശ്യമില്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് പറയരുത്. മനസ്സിലാക്കുക. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയരുത്. സോ നിങ്ങൾ ചിലപ്പോൾ നാളെ നഷ്ടപ്പെടുന്ന വലിയൊരു ഭാവിയായിരിക്കും. സോ യു മേ റിപ്പന്റ് ലേറ്റർ. നാളെ നിങ്ങൾ റിപ്പന്റ് ചെയ്യുന്നുണ്ടാവും. സോ ബി അസർട്ടീവ്. എപ്പോഴും പറയാം, എനിക്കിപ്പോ അത് ചെയ്യാൻ സാധിക്കുകയാണ്, സോറി എന്നൊന്ന് പറയാം. സോ ട്രൈ സേ നോ ഇൻ എ നൈസ് വേ. അതായിട്ടും പറയണ്ട. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ ജീവിതം കംഫർട്ടബിൾ ആകണം. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം. സക്സസ് ബറി ഇസ് ദേർ വിത്ത് യു. സക്സസ് ബറി ഇതുപോലത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രാക്ടിക്കൽ ആക്കുക. SBG is your golden wings to fly. നിങ്ങൾക്ക് പറക്കാനുള്ള സ്വർണ്ണ ചിറകുകളാണ്. When you have wings, try to fly, not to fall. നിങ്ങൾ എഴയരുത്, പറക്കണം. ആൻഡ് ഫ്ലൈ ഹൈ അബോവ് ദ റെയിൻബോ. മഴവില്ലിന് മുകളിൽ പറക്കണം. അതിന്റെ മനോഹാരിത കാണും. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആണ്. നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നത്. ഐ ആം ദി ബെസ്റ്റ് എന്നും പറയാം. ഈ ബിസിനസ് ചെയ്തില്ലെങ്കിലും പറയാം, ഐ ആം ദി ബെസ്റ്റ്. I earn 1 lakh a month, 2 lakh a month, whatever you think you earn that much a month. I am a successful SBG leader. I am ignited and today is my best day. നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ദിവസവും ഇത് റിപ്പീറ്റ് ആയിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നുണ്ടാവും. വേറെ ലെവലിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. സോ ക്രിയേറ്റ് എ ഗ്രേറ്റ് ഡേ. ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസം ക്രിയേറ്റ് ചെയ്യുക. ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസം ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ നിങ്ങൾക്ക് ഹൈ ഫ്ലൈസ് ഉണ്ടായിരിക്കുന്നല്ല, മറ്റന്നാൾ മുതൽ 3 ദിവസം ഹൈ ഫ്ലൈസ് ഉണ്ടായിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കുക. നാളെ ടീം ലെവലിൽ ആരെങ്കിലും ചെയ്യണമെന്ന് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, നെവർ സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. ജീവിതത്തിൽ യെസ് പറയേണ്ടപ്പോ യെസും നോ പറയേണ്ടപ്പോ നീ പറയാ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ മറ്റന്നാൾ രാവിലെ മറ്റൊരു നല്ല ലീഡറുമായിട്ട് മറ്റൊരു നല്ല സെഷനുമായിട്ട് കാണാം. ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.